ഓക്കെ, സോ ഇന്നത്തെ നമ്മളുടെ ആദ്യത്തെ ടോപ്പിക് കമ്മ്യൂണിക്കേഷൻ്റെ ലെക്ചർ 2. നമ്മൾ ഇതുവരെ കമ്മ്യൂണിക്കേഷൻ്റെ സിലബസുമായി ബന്ധപ്പെട്ട് 3 മേജർ ടോപ്പിക്സ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതായത് കമ്മ്യൂണിക്കേഷൻ്റെ ബേസിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു, ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അതുകൂടാതെ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ള ഡിഫറെൻറ്റ് ടെക്നിക്സും ദെൻ വെർബൽ നോൺ വെർബൽ ഇന്റർകൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ പോലുള്ള കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. ആൻഡ് ഫൈനലി ബാരിയേഴ്സ് ഓഫ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്മ്യൂണിക്കേഷൻ്റെ 2 ഏരിയകളാണ്. ഒന്നാമതായി നമ്മൾ മാസ് മീഡിയ കമ്മ്യൂണിക്കേഷനെ പറ്റിയും അതിനുശേഷം ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനെ പറ്റിയും ഒന്ന് ഡിസ്കസ് ചെയ്യുന്നു. അതിലാദ്യമായിട്ട് മാസ് മീഡിയ കമ്മ്യൂണിക്കേഷനെ പറ്റി പറയുമ്പോൾ നോർമലി മാസ് മീഡിയയുടെ കൺസെപ്റ്റ് എന്താണെന്ന് അറിയുക, ദെൻ അത് എവിടെയൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ഏതൊക്കെ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനാണ് ഇതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് മാസ് മീഡിയയിൽ അറിയേണ്ടത്. ദെൻ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട് നോർമലി ക്വസ്റ്റ്യൻ വരുന്നത് അപ്ലൈഡ് ലെവലിലാണ്. നമ്മൾ എങ്ങനെ ആ സാഹചര്യവും അനുസരിച്ച്, അതായത് ലോജിക്കലി നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോർമലി ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. സോ അവിടെ നമ്മൾ 2-3 MCQs ആയിരിക്കും ചെക്ക് ചെയ്യുന്നത്. അല്ലാതെ തിയറി എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ്റെ ബേസിക്സ് തന്നെയാണ്. ഓക്കെ, സോ 2 ടോപ്പിക്. ആദ്യം നമ്മൾ മാസ് മീഡിയ കമ്മ്യൂണിക്കേഷനെ പറ്റിയും അതിനുശേഷം ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനെ പറ്റിയും ഇന്ന് ഡിസ്കസ് ചെയ്യുന്നു. അതോടുകൂടി കമ്മ്യൂണിക്കേഷൻ്റെ എല്ലാ ഏരിയകളും നമ്മൾ ഡിസ്കസ് ചെയ്ത് തീർക്കുവാണ്. ദെൻ അഡീഷണൽ MCQs നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് വഴി, MCQൻ്റെ ഡിസ്കഷൻ വഴി ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത ഏതെങ്കിലും ഏരിയാസ് ഉണ്ടെങ്കിൽ അതും നമ്മൾ കവർ ചെയ്യും. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് ടോപ്പിക് ഈസ് മാസ് മീഡിയ ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ. കൺസെപ്റ്റ് നോക്കുകയാണെങ്കിൽ മാസ് മീഡിയ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് സാധാരണ ഒരു ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ്റെ ഉപരിയായിട്ട് ഒരു ലാർജ് നമ്പർ ഓഫ് ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മെത്തേഡാണ്. അതായത് ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു മാസ് ഓഡിയൻസ്, ഒരു മാസ് ലെവലിലുള്ള ഓഡിയൻസിനെ, അതേപോലെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടെലിവിഷൻ വഴി ഇൻഫർമേഷൻ നമുക്ക് ഷെയർ ചെയ്യുമ്പോൾ അവർ ടാർഗറ്റ് ചെയ്യുന്നത് ഒരു മാസ് ലെവലിലുള്ള ഓഡിയൻസിനെയാണ്, ഒരു ഇൻഡിവിജ്വലിനെ, ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിനെ അല്ല. അത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ മെത്തേഡിനെയാണ് നമ്മൾ മാസ് മീഡിയ എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ദി ചാനൽസ് ത്രൂ വിച്ച് ദിസ് കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ടേക്ക് പ്ലേസ് ഈസ് റെഫേർഡ് ആസ് മാസ് മീഡിയ. സോ ഏത് വഴിയിലാണ് ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്? മാസ് ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഏതൊരു കമ്മ്യൂണിക്കേഷനെയും നമുക്ക് മാസ് മീഡിയ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. ദെൻ അറ്റ് ദ സെയിം ടൈം ഈ കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന വഴികൾ, ചാനൽസ് ആണ് നമ്മൾ മാസ് മീഡിയ എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ മാസ് കമ്മ്യൂണിക്കേഷൻ ഇസ് എ ടേം യൂസ്ഡ് ടു ഡിസ്ക്രൈബ് അക്കാഡമിക് സ്റ്റഡി ഓഫ് വേരിയസ് മീൻസ് ബൈ വിച്ച് ഇൻഡിവിജ്വൽ ആൻഡ് എൻറ്റിറ്റീസ് റിലേ ഇൻഫർമേഷൻ ടു ലാർജ് സെഗ്മെന്റ്സ് ഓഫ് പോപ്പുലേഷൻ ഓൾ അറ്റ് വൺസ് ത്രൂ മാസ് മീഡിയ. അതായത് നമ്മൾ നോർമലി യൂസ് ചെയ്യാറുള്ള ടേമാണ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന്. മാസ് കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതൊരു അക്കാഡമിക് സ്റ്റഡിയാണ്. അതായത് ഇതൊരു അക്കാഡമിക് സ്റ്റഡി റിലേറ്റിംഗ് ടു മാസ് മീഡിയ. നമ്മൾ മാസ് മീഡിയ എങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് വരുന്ന അക്കാഡമിക് സ്റ്റഡിയെയാണ് ആക്ച്വലി മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന ടേം കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ കമ്മ്യൂണിക്കേഷൻ ഇസ് ദി പ്രോസസ്, വേറെ മാസ് മീഡിയ എന്ന് പറയുന്നത് ഇതിൻ്റെ ചാനലാണ് എന്നുള്ള ബേസിക് കൺസെപ്റ്റ് മനസ്സിൽ വെച്ചേക്കുക. ദെൻ മാസ് മീഡിയ കമ്മ്യൂണിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ there are different features. ഒരു മിനിമം 5 ആസ്പെക്ട്സ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഒന്നാമത്തെ ആസ്പെക്റ്റ് ആണ് there will be large number of audience. ടാർഗറ്റ് ചെയ്യുന്നത് 1-2 പേരെ അല്ല, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിനെ അല്ല. നമ്മളിവിടെ ടാർഗറ്റ് ചെയ്യുന്നത് ഒരു വലിയ ഗ്രൂപ്പിങ്ങിനെയാണ്. ഓക്കെ, ഒരുപാട് പേർ നമ്മളുടെ ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ്റെ ബെനിഫിഷ്യറീസ് ആയിട്ടും റിസീവർ ആയിട്ടും ഒരുപാട് ഇൻഡിവിജ്വൽസ് വരുവാണ്. അത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനാണ് മാസ് മീഡിയ കമ്മ്യൂണിക്കേഷൻ. ദെൻ ഫെയർലി അൺഡിഫറൻഷിയേറ്റഡ് ഓഡിയൻസ് കോമ്പോസിഷൻ. നമുക്കിവിടെ ഓഡിയൻസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ഒരു രീതിയില്ല. എസ്പെഷ്യലി നമ്മൾ ടി വിയിലൂടെ കാണുവാണെങ്കിൽ ആരാണ് കാണുന്നത് എന്ന് കൃത്യമായിട്ട് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഏത് ഓഡിയൻസിനെയാണ് ഇത് ടാർഗറ്റ് ചെയ്യുന്നതെന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് സ്പെസിഫൈ ചെയ്യുക ഈസി അല്ല. സോ ഫീച്ചേഴ്സ് ആണ്, ബേസിക് കൺസെപ്റ്റ്സ് ആണ് നമ്മൾ പറയുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞു, ആദ്യം നമ്മൾ പറഞ്ഞ പോയിന്റ് ലാർജ് നമ്പർ ഓഫ് ഓഡിയൻസ്, അതാണ് മാസ് മീഡിയ കമ്മ്യൂണിക്കേഷൻ്റെ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്. ദെൻ അടുത്തതായിട്ട് ഫെയർലി അൺഡിഫറൻഷിയേറ്റഡ് ആണ്, നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റാത്ത ഓഡിയൻസ് ആണ്. ബിക്കോസ്
ഈ പറയുന്ന കണ്ടന്റ് ആരാണ് കാണേണ്ടതെന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ സാധിക്കില്ല. There will be some sort of censoring and all those things. അതും ഇതുമായിട്ട് കണക്ട് ചെയ്യരുത്. നോർമലി ഒരു ന്യൂസ് പേപ്പർ നമ്മൾ സെൻഡ് ചെയ്യുമ്പോൾ ആ ന്യൂസ് പേപ്പർ വായിക്കുന്ന ഇൻഡിവിജ്വൽ ഏത് തരത്തിലുള്ള ആളുകളാണ് എന്ന് നമുക്ക് മുൻകൂട്ടി തീരുമാനിക്കാൻ സാധിക്കില്ല. അതും ഈ കൺസെപ്റ്റിന്റെ പാർട്ടാണ്. മൂന്നാമതായി പറയുകയാണെങ്കിൽ സം ഫോം ഓഫ് മെസ്സേജ് റീപ്രൊഡക്ഷൻ. അതായത് ഈ പറയുന്ന മെസ്സേജ് അവരെങ്ങനെ റീപ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ട്. There will be reproduction. ഈ പറയുന്ന ന്യൂസ് ഒന്നെങ്കിൽ അവർ ഉപയോഗിക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന ന്യൂസ് അവർ പാസ് ചെയ്യും. അത്തരത്തിലുള്ള ഒരു റീപ്രൊഡക്ഷൻ നോർമലി ഹാപ്പൻ ചെയ്യാറുണ്ട്. അതും മാസ് മീഡിയയുടെ ഒരു ഫീച്ചറാണ്. ദെൻ റാപ്പിഡ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഡെലിവറി. ഈ ഇൻഫർമേഷൻ നമ്മൾ വളരെ വേഗമാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അത്രയും സ്പീഡിലുള്ള ഒരു ഡെലിവറി സിസ്റ്റമാണ് നോർമലി മാസ് മീഡിയയുടെ കേസിൽ വരുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു TV ന്യൂസ്, അവർ ആ ഇൻഫർമേഷൻ അറിയുമ്പോൾ എത്രയും പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രധാന അജണ്ട. സോ റാപ്പിഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ്, വളരെ പെട്ടെന്നുള്ള ഡിസ്ട്രിബ്യൂഷൻ ആണ്, ആൻഡ് റാപ്പിഡ് ഡെലിവറി ആണ്. പെട്ടെന്ന് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള എയിമോട് കൂടിയാണ് മാസ് മീഡിയ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും നടക്കുന്നത്. ആൻഡ് ഫൈനലി ലോ കോസ്റ്റ് ടു കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിന് ഈ പ്രോഡക്റ്റ് എത്തുന്നത്, അതായത് കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ മാസ് മീഡിയ വഴി എന്ന് പറയുമ്പോൾ അതിനകത്ത് കോസ്റ്റ് വളരെ കുറവാണ് വൈൽ കമ്പയറിംഗ് ടു അതർ മീഡിയാസ്. മീൻസ് ഇവിടെ വരുന്നത് ആ ഒരു ടി വി വഴിയുള്ള കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ ആ ടെലിവിഷന്റെ കണക്ടിവിറ്റി, അതിന് വരുന്ന എക്സ്പെൻസ് മാത്രമേ വരുന്നുള്ളൂ. അല്ലാതെ ഒരു അഡീഷണൽ എക്സ്പെൻസോ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനിൽ വരുന്ന പോലെ ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസോ അങ്ങനെ ഒരു കാര്യവും ഇതിനകത്ത് വരുന്നില്ല. സോ ദീസ് ആർ ദി ബേസിക് ഫീച്ചേഴ്സ്, ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് മാസ് മീഡിയ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ദെൻ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ മീൻസ് ക്യാരക്ടറിസ്റ്റിക്സിനെ നമ്മൾ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നു, എലാബറേറ്റ് ചെയ്യുന്നു. എന്തൊക്കെ കാര്യങ്ങൾ മാസ് മീഡിയ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം? നെറ്റ്വർക്ക് കണക്ഷൻ്റെ ഒരു ട്രബിൾ, ഒരു സെക്കൻഡ്. മാസ് മീഡിയ കൺസെപ്റ്റ് ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സോ ഫീച്ചേഴ്സ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഫീച്ചേഴ്സ് ഒന്ന് പറയുകയാണെങ്കിൽ, ഫസ്റ്റ് തിങ്, നമ്മൾ ആരോടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിൽ ക്ലാരിറ്റി ഒരു കാരണവശാലും ഉണ്ടായിരിക്കില്ല. അതുകൊണ്ടാണ് ഇതിനെ ഒരു അനോണിമസ് മോഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് മാസ് മീഡിയ വഴി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സെക്കൻഡ് പാർട്ടി റിസീവർ എന്ന് പറയുന്നത് എപ്പോഴും അനോണിമസ് ആണ്. ആരോടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് ക്ലിയർ കട്ടായിട്ട് അറിയാൻ സാധിക്കില്ല. ഓക്കെ, ബിക്കോസ് ടേക്കേഴ്സ് എന്ന് പറയുന്നത് വീട്ടിലിരിക്കുന്ന ഓരോ ഇൻഡിവിജ്വലുമാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മാസ് മീഡിയ ചാനൽസ് പ്രൊവൈഡ് ചെയ്യുന്ന കണ്ടന്റ് ആര് കാണുന്നു എന്നുള്ളത് കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പോസിബിൾ അല്ല. ദാറ്റ്സ് വൈ മാസ് മീഡിയ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു അനോണിമസ് നേച്ചറിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. രണ്ടാമതായിട്ട് ലാർജ് ഓഡിയൻസ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ദെൻ ഫെയർലി അൺഡിഫറൻഷിയേറ്റഡ് ഓഡിയൻസ് കോമ്പോസിഷൻ ആണ്. ബിക്കോസ് നമുക്ക് ഏത് തരത്തിലുള്ള ആളുകളാണ് കാണുന്നതെന്ന് മുൻകൂട്ടി അറിയാൻ സാധിക്കില്ല. സോ എല്ലാവർക്കും വേണ്ടി ഒരു കോമൺ ടൈപ്പ് ഓഫ് സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്യാറ്. ആൻഡ് ഫോർത്ത് വൺ, സം ഫോം ഓഫ് മെസ്സേജ് റീപ്രൊഡക്ഷൻ. ആസ് വി സെഡ് ഏർലിയർ, സോ ഈ പറയുന്ന മെസ്സേജ് ഇവരെ ഏതെങ്കിലും ഒരു രീതിയിൽ ഫീഡ്ബാക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടാം. ആ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് നമ്മളിലേക്ക് ഡയറക്റ്റ്ലി എത്തില്ല. അടുത്തതായിട്ട് റാപ്പിഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡെലിവറി, യു ഓൾറെഡി സെഡ്. ലോ കോസ്റ്റ് ടു കസ്റ്റമേഴ്സ്, ഇതൊക്കെ അതിൻ്റെ ബേസിക് ഫീച്ചേഴ്സ് ആയിട്ട് നമ്മൾ പറഞ്ഞു. അതുകൂടാതെ ഡയറക്റ്റ് മെസ്സേജസ് ടുവേർഡ്സ് റിലേറ്റീവ്ലി ലാർജ് ഹെട്രോജീനിയസ് ആൻഡ് അനോണിമസ് ഓഡിയൻസ്. നമ്മൾ പറഞ്ഞ ഫീച്ചർ തന്നെയാണ്. റിലേറ്റീവ്ലി ലാർജ് ഓഡിയൻസും അതേപോലെ ഇവരുടെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഹെട്രോജീനിയസ് ആണ്. പല രീതിയിലുള്ള ആളുകളാണ്, എല്ലാവരും ഒരേ രീതിയിലുള്ള ഓഡിയൻസിലേക്കല്ല നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതേപോലെ ഓൾ ഓഫ് ദം ആർ അനോണിമസ്. നമുക്ക് മുൻകൂട്ടി ഈ പറയുന്ന ഇൻഡിവിജ്വൽ ആരാണെന്ന് അറിയാൻ സാധിക്കില്ല. ദെൻ മെസ്സേജസ് ആർ ട്രാൻസ്മിറ്റഡ് പബ്ലിക്കലി, നോ പ്രൈവസി, വിത്തൗട്ട് എനി പ്രൈവസി ഒന്നുമില്ലാതെ നമ്മൾ ഡയറക്റ്റ്ലി ആണ് ഈ മെസ്സേജസ് എല്ലാം ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ബിക്കോസ് ഒരു ടെലിവിഷൻ വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന മെസ്സേജിൽ ഒരു പ്രൈവസി നമുക്ക് പറയാൻ സാധിക്കില്ല. ദെൻ ഷോർട്ട് ഡ്യൂറേഷൻ മെസ്സേജ് ഫോർ ഇമ്മീഡിയറ്റ് കൺസംഷൻ. വളരെ ചെറിയ രീതിയിലുള്ള ടൈം എടുത്തുകൊണ്ടുള്ള മെസ്സേജുകളായിരിക്കും നോർമലി കൺവേ ചെയ്യുന്നത്. ആ മാറ്റർ എന്താണെന്ന് സെക്കൻഡ് പാർട്ടിയിലേക്ക് എത്തിക്കാനാണ് ഈ മാസ് മീഡിയ എപ്പോഴും ട്രൈ ചെയ്യുക.
ദെൻ ഫീഡ്ബാക്ക് ഈസ് ഇൻഡയറക്റ്റ്. ഡയറക്റ്റ് ഫീഡ്ബാക്ക് ഒരു കാരണവശാലും കിട്ടില്ല. ഇൻഡയറക്റ്റ് ഫീഡ്ബാക്ക് മാത്രമേ അവൈലബിൾ ആവുള്ളൂ. മീൻസ് അവരത് കേട്ടു, അവരുടെ റെസ്പോൺസ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും സെൻഡർക്ക് ഡയറക്റ്റ്ലി അറിയാൻ സാധിക്കില്ല. ആൻഡ് കോസ്റ്റ് പെർ എക്സ്പോഷർ പെർ ഇൻഡിവിജ്വൽ ഈസ് മിനിമം. നമ്മൾ ഓരോ ഇൻഡിവിജ്വലിനും വന്നിരിക്കുന്ന കോസ്റ്റ് എടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും ലോവസ്റ്റ് ആണ് വൈൽ കമ്പയറിംഗ് വിത്ത് എനി അതർ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. മറ്റേത് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനായിട്ട് കമ്പയർ ചെയ്താലും ഇവിടെ വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ലോവർ ആണ്. ദെൻ സൈസ് ബിലോങ്സ് ടു ഓർഗനൈസേഷൻ ഓർ സോഴ്സ് ബിലോങ്സ് ടു ദി ഓർഗനൈസേഷൻ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ആരാണോ ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് അവരുടെ കയ്യിലാണ് ഈ ഇൻഫർമേഷൻ്റെ സോഴ്സ് ഇരിക്കുന്നത്. അല്ലാതെ ബയറിലേക്ക് സോഴ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല ഒരു കാരണവശാലും. ഇവിടെ സംഭവിക്കുന്നത് അവരുടെ ഐഡിയ, ഒരു ന്യൂസ് ആണെങ്കിൽ ആ ന്യൂസിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ഇസ് അപ് ടു ദി പ്രസന്റർ. ആരാണോ ആ ഓർഗനൈസേഷൻ, ആ ചാനൽ ഏതാണോ അവരാണ് സോഴ്സ് കണ്ടെത്തുന്നതും ആ മാറ്റർ അവതരിപ്പിക്കുന്നതും. ഓക്കെ. ആൻഡ് ഫൈനലി മോസ്റ്റ്ലി ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ്, ഒരു കംപ്ലീറ്റ് കമ്മ്യൂണിക്കേഷൻ അല്ല ഇതൊരു വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ്. ബിക്കോസ് ന്യൂസ് റീഡർ, വാർത്തയുടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ന്യൂസ് റീഡർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നു, അതിനൊരു ഫീഡ്ബാക്കോ റെസ്പോൺസോ നമുക്ക് ഡയറക്റ്റ്ലി കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു വൺ വേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. നമ്മൾ ലാസ്റ്റ് സെഷനിൽ തന്നെ പറഞ്ഞതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നോർമലി ടു വേ ആണ്. ടു വേ ഇൻ ദി സെൻസ് ഒരു ഇൻഡിവിജ്വൽ, ദാറ്റ് മീൻസ് സെൻഡർ എൻകോഡ് ചെയ്തുകൊണ്ട് ഒരു മെസ്സേജ് റിസീവറിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം ഡീകോഡ് ചെയ്യുന്നു. സോ ഈ പ്രോസസ്സ് വൺ വേ ആണ്. ആ റിസീവർ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ഒരു ഫീഡ്ബാക്ക് കൊടുത്താൽ മാത്രമേ മെസ്സേജ് കംപ്ലീറ്റ് ആവുന്നുള്ളൂ. ഈ ഫീഡ്ബാക്ക് നോർമലി മാസ് മീഡിയ കമ്മ്യൂണിക്കേഷനിൽ ആബ്സെൻ്റ് ആയിരിക്കും. നമുക്കൊരു ഡയറക്റ്റ് ഫീഡ്ബാക്ക് മാസ് മീഡിയ കമ്മ്യൂണിക്കേഷനിൽ കാണാൻ സാധിക്കില്ല. ഇത്രയുമാണ് മാസ് മീഡിയ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ബേസിക്സ് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട്സ്? ഓക്കെ, no doubts, fine. Moving on, there are different types of mass media. Examples are traditional media, print media, electronic media and social media. These are the different types. Four basic styles four basic types of media നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് ട്രഡീഷണൽ മീഡിയ ആണ്. ട്രഡീഷണൽ മീഡിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ട്രഡീഷണൽ ആർട്സ് ആൻഡ് ഫോക്ക് ആർട്സ് പോലുള്ള കാര്യങ്ങൾ, ഡാൻസോ, മ്യൂസിക്, ദെൻ സോങ്സ്, തിയേറ്റർ ആർട്സ്, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ട്രഡീഷണൽ ഫോംസ് ഓഫ് ആർട്സ് ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ സെക്കൻഡ് പാർട്ടിയിലേക്ക് എത്തിക്കുന്നു. ഇത്തരത്തിലുള്ള മെത്തേഡിനെയാണ് നമ്മൾ ട്രഡീഷണൽ മീഡിയ എന്ന് പറയുന്നത്. സോ ദ പെർഫോമൻസ് ആൻഡ് സ്പോണ്ടേനിയസ്, നോർമലി ദിസ് പെർഫോമൻസ് ആർ സ്പോണ്ടേനിയസ് ആൻഡ് മോസ്റ്റ് ഓഫൺ മെയ്ഡ് ഓൺ ദി സ്പോട്ട്. നമുക്കറിയാലോ, ഒരു നാടകം നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാടകം തന്നെ ഒരു മെസ്സേജ് കൺവേ ചെയ്യുകയാണ്. ഇതവർ നടത്തുന്നത് ലൈവായിട്ടാണ്. ഓക്കെ. സ്പോണ്ടേനിയസ് ആയിട്ട് അവർ ക്രിയേറ്റ് ചെയ്യുന്ന, അവരവിടെ പെർഫോം ചെയ്യുന്നത് വഴി മെസ്സേജുകളെല്ലാം സെക്കൻഡ് പാർട്ടിയിലേക്ക് എത്തിക്കുന്നു. സോ ഇതൊരു റൈറ്റ് ടൈം അപ്രോച്ചാണ്. മീൻസ് ഡയറക്റ്റ്ലി ഫ്രം സെൻഡർ ടു റിസീവർ. സെൻഡർ അവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് റിസീവേഴ്സിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണ് നോർമലി ട്രഡീഷണൽ മീഡിയയിൽ സംഭവിക്കുന്നത്. അതിനുള്ള എക്സാമ്പിൾസ് പറയാവുന്നത് ട്രഡീഷണൽ ആർട്സ് ഫോംസ് ആകാം, ട്രഡീഷണൽ ഫോക്ക് ആർട്സ് ആകാം, അല്ലെങ്കിൽ ഡാൻസ്, മ്യൂസിക്, സോങ്സ്, തിയേറ്റർ ഫോംസ്, ഇതെല്ലാം അതിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ. രണ്ടാമത്തെ ടൈപ്പ് പ്രിന്റ് മീഡിയ. പ്രിന്റ് മീഡിയ എന്ന് പറയുമ്പോൾ ന്യൂസ് പേപ്പേഴ്സ്, മാഗസിൻ, പീരിയോഡിക്കൽസ്, ബുക്സ് പോലുള്ള കാര്യങ്ങളാണ് പ്രിന്റ് മീഡിയയുടെ പാർട്ടായിട്ട് വരുന്നത്. സോ പ്രിന്റ് മീഡിയ സെർവ്സ് ആസ് എ മേജർ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ റീച്ചിങ് എ വൈഡ് ഓഡിയൻസ്. ഒരുപാട് പേരിലേക്ക്, നമ്മളിപ്പോൾ തിയേറ്ററിൻ്റെ ഒക്കെ കേസ് പറഞ്ഞപ്പോൾ അവിടെ പ്രസന്റ് ആയിരിക്കുന്ന ഒരു കൂട്ടം ആളുകളിലേക്ക് മാത്രമാണ് ഡയറക്റ്റ്ലി കമ്മ്യൂണിക്കേഷൻ എത്തുന്നത്. വേറെ പ്രിന്റ് മീഡിയ പോലുള്ള കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ മുമ്പിലിരിക്കുന്ന ആളുകൾ മാത്രമല്ല, ഒരു ന്യൂസ് പേപ്പർ വായിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അങ്ങനെ ഓരോ ആളുകളിലേക്കും, ഒരു വൈഡ് റേഞ്ച് ഓഫ് ഓഡിയൻസിലേക്ക് മെസ്സേജ് എത്തിക്കാവുന്ന മെത്തേഡാണ് പ്രിന്റ് മീഡിയ. പ്രിന്റ് മീഡിയയ്ക്ക് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാവുന്നത് ന്യൂസ് പേപ്പർ ഉണ്ട്, magazine and periodicals, then books. These are the examples for print media. Then next type is electronic media. Electronic media എന്ന് പറയുമ്പോൾ ലൂമിയർ ബ്രദേഴ്സ് അവരുടെ ആദ്യത്തെ സിനിമ ഷോ 1895 സ്റ്റാർട്ട് ചെയ്യുന്നതോടുകൂടി ആരംഭിച്ചതാണ് ഇത്തരത്തിലുള്ള ഇലക്ട്രോണിക് മീഡിയയുടെ ഒരു കൺസെപ്റ്റ്. ദെൻ അതിനുശേഷം മാർക്കോണി റേഡിയോ കണ്ടെത്തുന്നു. പിന്നീട് ലോകത്തിലെ ആദ്യത്തെ
ഫസ്റ്റ് റേഡിയോ സ്റ്റേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് പിറ്റ്സ്ബർഗിലാണ്. സോ ഇങ്ങനെ പതുക്കെ പതുക്കെ റേഡിയോ കൺസെപ്റ്റ് എമർജ് ചെയ്തു. ആ റേഡിയോ കൺസെപ്റ്റിലാണ് പിന്നീട് നമ്മൾ ഇന്ന് കാണുന്ന TV അല്ലെങ്കിൽ ഫിലിം ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ, ദെൻ റേഡിയോ ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ, ടെലിവിഷൻ ടൈപ്പ് മീഡിയ ഒക്കെ പിന്നീട് വളർന്നു വലുതായത്. ഓക്കെ, ഇതെല്ലാം ഇലക്ട്രോണിക് മീഡിയയുടെ പാർട്ടായിട്ട് നമുക്ക് പറയാം. സോ 3 ടൈപ്പ് നമ്മൾ പറഞ്ഞു. ട്രഡീഷണൽ മീഡിയ എന്ന് പറയുമ്പോൾ ആർട്ട് ഫോംസും ട്രഡീഷണലി ഉള്ള ഫോക്ക് അതേപോലുള്ള കാര്യങ്ങളും സോങ്സും ഡാൻസും ഒക്കെയാണ് വരുന്നത്. ഇത് പ്രകാരം ഫ്രണ്ടിലുള്ള ഒരു ഓഡിയൻസ് ഗ്രൂപ്പിനെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. രണ്ടാമത് പ്രിന്റ് മീഡിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ന്യൂസ് പേപ്പേഴ്സ്, മാഗസിൻ, അതേപോലുള്ള മാഗസിൻ, പീരിയോഡിക്കൽസ് ആൻഡ് ബുക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നോർമലി പ്രിന്റ് മീഡിയയിൽ വരുന്നത്. ആൻഡ് ഇലക്ട്രോണിക് മീഡിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഇൻക്ലൂഡ്സ് ഫിലിം, റേഡിയോ, ടെലിവിഷൻ ആൻഡ് സോ ഓൺ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടൈപ്പ് ന്യൂ മീഡിയ കൺസെപ്റ്റ് എന്ന് പറയും. ന്യൂ മീഡിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോഷ്യൽ മീഡിയ ആൻഡ് അതർ മെത്തേഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. സോ ഇവിടെ നോർമലി നമുക്ക് പറയാവുന്ന ഒരു മാസ് കമ്മ്യൂണിക്കേഷൻ മെത്തേഡാണ്, മാസ് ഇൻഡിവിജ്വൽസിലേക്ക് എത്തിക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ നോർമലി കാണുന്ന മാസ് മീഡിയ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് വി ക്യാൻ സേ ഇമെയിൽ, വെബ്സൈറ്റ്, പോഡ്കാസ്റ്റ്, ഇ-ബുക്സ്, blogging, social networking sites like Facebook, internet protocol, television, then internet radio and like. So ഇതെല്ലാം ഇമെയിൽ ആയാലും വെബ്സൈറ്റ് ആയാലും പോഡ്കാസ്റ്റ് ആയാലും ദെൻ ഇ-ബുക്സ് ആയാലും ബ്ലോഗിങ്, ഡിഫറെൻറ്റ് ബ്ലോഗ്സ് ആയാലും ദെൻ സോഷ്യൽ മീഡിയ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ് ആയിട്ടുള്ള ഫേസ്ബുക്ക് പോലുള്ള കാര്യങ്ങൾ ആൻഡ് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ, ടെലിവിഷൻ, അങ്ങനെയുള്ള ഏതൊരു കൺസെപ്റ്റും നമുക്ക് ന്യൂ മീഡിയ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാം. ഇതുവഴിയും ആക്ച്വലി ഒരു ഇമെയിൽ സ്പാം അയക്കുന്നത് വഴി ഒരു ലാർജ് നമ്പർ ഓഫ് ഓഡിയൻസിലേക്കാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. സ്പാം എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. സ്പാം എന്ന് പറയുന്നത് അൺസോളിസിറ്റഡ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണ് ടാർഗറ്റിംഗ് എ ലാർജ് നമ്പർ ഓഫ് ഓഡിയൻസ്. ഒരുപാട് പേർക്ക് ഒരു പരസ്യം അയച്ചു കൊടുക്കുന്നു. ഇതൊരു സ്പാം ആണ്. അത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഇൻഡിവിജ്വൽ ഒരുപാട് ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഒരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ അവിടെ സംഭവിക്കുന്നില്ല. ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനെയാണ് മാസ് മീഡിയ എന്ന് പറയുന്നത്. സോ മാസ് മീഡിയയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടൈപ്പ് നമുക്ക് പറയാവുന്നത് സോഷ്യൽ മീഡിയ ആണ്. സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സിന് എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നത് ആസ് വി നോ ഫേസ്ബുക്ക് ഇസ് ദെയർ, വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, ലിങ്ക്ഡിൻ, ഗൂഗിൾ പ്ലസ് and many other open to share software programs or open to share networking programs are there. ഇതുവഴി നമ്മളുടെ ഐഡിയാസും അതേപോലെ മറ്റുള്ളവരുടെ ഐഡിയാസ് വായിക്കാനുമുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഇതിനെ എടുക്കാറുണ്ട്. അത്തരത്തിലുള്ള മീഡിയയാണ് നമ്മൾ സോഷ്യൽ മീഡിയ എന്നുള്ള കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാസ് മീഡിയ. നമ്മൾ പറഞ്ഞു ഏറ്റവും ട്രഡീഷണൽ മീഡിയ, ഒരു നാടകം കാണുക എന്ന് പറയുന്നത് ട്രഡീഷണൽ മീഡിയ ആണ്. ദെൻ പിന്നീട് വന്നത് പ്രിന്റ് മീഡിയ ലൈക്ക് ന്യൂസ് പേപ്പർ, മാഗസിൻ അല്ലെങ്കിൽ പീരിയോഡിക്കൽ, അങ്ങനെയുള്ള ബുക്സ് വഴിയുള്ള കമ്മ്യൂണിക്കേഷൻ. അതിനുശേഷം വന്നത് ഇലക്ട്രോണിക് മീഡിയ ആണ്. ഇലക്ട്രോണിക് മീഡിയ എന്ന് പറയുമ്പോൾ ടെലിവിഷൻ ആകാം, ഫിലിം ആകാം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ആൻഡ് ലേറ്റസ്റ്റ് ആയിട്ട് പറയാവുന്നത് ന്യൂ മീഡിയ ഓർ സോഷ്യൽ മീഡിയ. ദീസ് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാസ് മീഡിയ കമ്മ്യൂണിക്കേഷൻ. മൂവിങ് ഓൺ, നെക്സ്റ്റ് ഫങ്ഷൻസ് ഓഫ് മാസ് മീഡിയ. എന്തൊക്കെ ഫങ്ഷൻസ് ആണ് മാസ് മീഡിയ ആക്ച്വലി ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ, ഇതൊരു മാസ് മീഡിയ ഇന്നത്തെ തലമുറയ്ക്ക് ഒരു റെസ്പോൺസിബിൾ റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻഫർമേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ, നമുക്ക് പല രീതിയിലുള്ള നോളജ്, പല രീതിയിലുള്ള അറിവ് നേടാനും അതേപോലെ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായിട്ടും മാസ് മീഡിയ ആക്ട് ചെയ്യുന്നുണ്ട്. ദെൻ സോഷ്യലൈസേഷൻ, പീപ്പിൾ ടു പീപ്പിൾ കമ്മ്യൂണിക്കേഷൻ ഈസി ആക്കുന്നു, സോഷ്യൽ ഗ്രൂപ്പിംഗ്സ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഇതെല്ലാം അതിൻ്റെ അഡ്വാൻറ്റേജ് ആണ്. ദെൻ ഇറ്റ് ഈസ് ആൻ എൻ്റർടൈൻമെൻറ്റ് പ്ലാറ്റ്ഫോം. പല ഫൺ എലമെൻറ്റും അതേപോലെ മൂവീസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളിലേക്ക് എത്തുന്നത് വഴി ഒരു എൻ്റർടൈൻമെൻറ്റ് പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മാസ് മീഡിയ ആക്ട് ചെയ്യുന്നുണ്ട്. ദെൻ ക്രിയേറ്റ്സ് പൊളിറ്റിക്കൽ അവെയർനെസ്, ന്യൂസ് വഴി പൊളിറ്റിക്കൽ അവെയർനെസ് ബെറ്റർ ആക്കാൻ സാധിക്കുന്നു. ആൻഡ് കൾച്ചറൽ ട്രാൻസ്മിഷൻ, നമ്മളുടെ കൾച്ചർ അടുത്ത തലമുറയിലേക്ക് കൊണ്ടെത്തിക്കാനും അതേപോലെ കൾച്ചറൽ ഡെവലപ്മെൻറ്റിനുമുള്ള പ്ലാറ്റ്ഫോമായിട്ടും സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മാസ് മീഡിയ ആക്ട് ചെയ്യുന്നുണ്ട്. സോ ദിസ് ആർ ദി ബേസിക് ഫങ്ഷൻസ് പെർഫോംഡ് ബൈ മാസ് മീഡിയ. ഒന്നുകൂടി പറയാം, മാസ് മീഡിയയുടെ ബേസിക് ഫങ്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ ഇൻഫർമേഷൻ ഷെയറിംഗ്,
ആൻഡ് എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിൽ ആക്ട് ചെയ്യുന്നു. ദെൻ സോഷ്യലൈസേഷൻ, entertainment, political awareness, cultural transmission. All these are the functions or role played by mass media. Then why mass media is important? Significance നോക്കുകയാണെങ്കിൽ പെർവസീവ്നെസ് ഓഫ് മാസ് മീഡിയ എല്ലായിടത്തും അപ്ലൈ ചെയ്യാവുന്നതാണ് മാസ് മീഡിയ. മീൻസ് എല്ലാ ഏരിയയും നമുക്ക് ഈ പറയുന്ന മാസ് മീഡിയ കൊണ്ട് കണക്ട് ചെയ്യാം. എന്തിനെ പറ്റി വേണമെങ്കിലും അറിയാൻ സാധിക്കും ബൈ യൂസിങ് മാസ് മീഡിയ. അതാണ് പെർവസീവ്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ മാസ് കമ്മ്യൂണിക്കേഷൻ ഇൻഫർമേഷൻ, ഒരു ഇൻഫർമേഷൻ ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നതും മാസ് മീഡിയ വഴിയാണ് നമുക്ക് സാധിക്കുന്നത്. ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ ചേഞ്ച്, ഒരു പൊളിറ്റിക്കൽ ആസ്പെക്ട്, ഇപ്പോൾ കൊറോണയുടെ കേസ് പറയുകയാണെങ്കിൽ കൊറോണ വന്നതിന് ശേഷമുള്ള പ്രശ്നങ്ങൾ നമ്മൾ അറിയുന്നതും മാസ് മീഡിയ ഇത്രയും വളർന്നുകൊണ്ട് തന്നെയാണ്. അതർവൈസ് ഇത്രയും ഒരു വലിയ അസുഖം വന്ന കാര്യം പല കോണുകളിലേക്കും എത്താത്തൊരു സിറ്റുവേഷൻ വരും. സോ ഇതൊക്കെ മാസ് മീഡിയയുടെ ഇമ്പോർട്ടൻസ് കാണിക്കുന്നു. ദെൻ മാസ് മീഡിയ എൻ്റർടൈൻസ്, നമ്മൾ എൻ്റർടൈൻമെൻറ്റിനെ പറ്റി പറഞ്ഞായിരുന്നു. ദെൻ മാസ് മീഡിയ കമ്മ്യൂണിക്കേഷൻ പെർസ്വേഡ്സ്, നമ്മളെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യിപ്പിക്കും. ലൈക്ക് ഇപ്പോൾ കൊറോണ ടൈം തന്നെ എക്സാമ്പിളായിട്ട് പറയാം, ഹാൻഡ് വാഷിംഗ് ഒരു പതിവാക്കുന്നത്, സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒരു പതിവാക്കുന്നത്, ഇതെല്ലാം മാസ് മീഡിയയുടെ സഹായത്തോടു കൂടിയാണ്. സോ ദേ പെർസ്വേഡ്സ് us to do something. ചില കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാനും മാസ് മീഡിയ ഹെൽപ്ഫുൾ ആണ്. ആൻഡ് ഫൈനലി മാസ് കമ്മ്യൂണിക്കേഷൻ ബൈൻഡ്സ്, ഇങ്ങനെയുള്ളൊരു കമ്മ്യൂണിക്കേഷൻ കൊണ്ട് നമ്മൾ പല രീതിയിലും ബെനിഫിറ്റഡ് ആവുന്നുണ്ട്. ബൈൻഡിങ് ഓൺ അസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമുക്കത് പല ലെവലിലേക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കും. ലൈക്ക് മുമ്പ് പരിചയമില്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ നമ്മളുമായിട്ട് പണ്ട് പരിചയമുണ്ടായിരുന്ന ആളുകളുമായിട്ടുള്ള ബന്ധങ്ങൾ അടിയുറപ്പിക്കാനും ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഹെൽപ്ഫുൾ ആണ്. സോ ദീസ് ആർ ദി എക്സാമ്പിൾസ് ദീസ് ആർ ദി ഇമ്പോർട്ടൻസ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ. സോ ഇത്രയും കാര്യങ്ങളാണ് മാസ് മീഡിയയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ടായിരുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? നമ്മൾ തുടങ്ങിയത് മാസ് മീഡിയയുടെ കൺസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞിട്ടാണ്. ദെൻ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ആണ് ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ടത്. അതിനുശേഷം ഡിഫറെൻറ്റ് ടൈപ്സ് നമ്മൾ നോക്കി, ട്രഡീഷണൽ, പ്രിൻറ്റ്, ഇലക്ട്രോണിക് മീഡിയ ആൻഡ് സോഷ്യൽ മീഡിയ. പിന്നീട് ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഓഫ് മാസ് മീഡിയ കണ്ടു ആൻഡ് ഇമ്പോർട്ടൻസ്. ഇത്രയും ഏരിയാസ് മാത്രമാണ് മാസ് മീഡിയയിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. നെക്സ്റ്റ് ഈസ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ. ഇന്നത്തെ നമ്മുടെ രണ്ടാമത്തെ ടോപ്പിക്, കമ്മ്യൂണിക്കേഷനിലെ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ. ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നോർമലി നമ്മൾ കമ്മ്യൂണിക്കേഷൻ പഠിക്കുന്നത് രണ്ട് ഏരിയ ആയിട്ടാണ്, രണ്ട് പാർട്ടായിട്ടാണ്. ഒന്ന് തിയറി, രണ്ട് ആപ്ലിക്കേഷൻ. സോ നോർമലി കമ്മ്യൂണിക്കേഷൻ ഏരിയയെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഐ സെഡ് 2 ഇൻ കേസ് ഓഫ് തിയറി ആൻഡ് ആപ്ലിക്കേഷൻ. ബേസിക്കലി കമ്മ്യൂണിക്കേഷൻ സിലബസിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് തിയറിറ്റിക്കൽ ബേസ്. ആ തിയറിറ്റിക്കൽ ബേസിലാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ്റെ ബേസിക്സ് പഠിച്ചത്, ടൈപ്സ് പഠിച്ചത്, ബാരിയേഴ്സ് പഠിച്ചത്. ഇതെല്ലാം തിയറിറ്റിക്കൽ ബേസ് ആണ്. രണ്ടാമതായിട്ട് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ. ഈ തിയറി എങ്ങനെ നമ്മളുടെ ക്ലാസ് റൂമിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും, അതാണ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ അത് വരുന്നത്. മൂന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് മാസ് മീഡിയ, ദാറ്റ് വി ഓൾറെഡി ഡിസ്കസ്ഡ്. ഇപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് ഡിസ്കസ് ചെയ്ത കാര്യം. ഈ മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് ആക്ച്വലി കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന പാർട്ടിൽ നെറ്റിൽ നമ്മൾ പഠിക്കാനുള്ളത്. ഓക്കെ, 3 ആസ്പെക്ട്. ഒന്ന് കമ്മ്യൂണിക്കേഷൻ്റെ ബേസിക് തിയറി, 2 ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ, ആൻഡ് മൂന്നാമതായിട്ട് മാസ് മീഡിയ ആൻഡ് സൊസൈറ്റി. സോ മാസ് മീഡിയ എന്ന് പറയുന്ന കൺസെപ്റ്റും മാസ് മീഡിയയുടെ ബേസിക് ഫീച്ചേഴ്സും വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും സ്ഥിരമായിട്ട് നമ്മൾ കാണാറുള്ളത്. ഓക്കെ, സോ കമ്മ്യൂണിക്കേഷനെ പറ്റി, ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനെ പറ്റി തിയറി പഠിക്കുന്നത് കൊണ്ട് തന്നെ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് അഡീഷണൽ തിയറി ഈ ഏരിയയിൽ നമുക്ക് യാതൊന്നും തന്നെ പഠിക്കാനില്ല. പക്ഷേ ഐ വിൽ ഗിവ് യു സം എക്സാമ്പിൾസ്, സം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഈ ക്വസ്റ്റ്യൻസ് വെച്ചുകൊണ്ട് നമ്മളുടെ നോളജ് ആണ് ആക്ച്വലി ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. സോ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് UGC കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ചോദിച്ചു കാണുന്നത്. ലെറ്റ് മീ ഗിവ് യു സം എക്സാമ്പിൾസ്. ഫസ്റ്റ് വൺ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇത് നോർമലി ഒരു അസെഷൻ റീസൺ ടൈപ്പിലായിരിക്കും ഈ ക്വസ്റ്റ്യൻസ് എല്ലാം വരുന്നത്. ഈ ക്വസ്റ്റ്യൻ പറയുന്നത് നമുക്ക് നോക്കാം. ദി ഇനീഷ്യൽ മെസ്സേജസ് ടു സ്റ്റുഡൻസ് ഇൻ ദി ക്ലാസ് റൂം ബൈ എ ടീച്ചർ നീഡ് നോട്ട് ബി ക്രിട്ടിക്കൽ ഇൻ എസ്റ്റാബ്ലിഷിംഗ് ഇൻട്രാക്ഷൻസ് ലേറ്റർ. കുട്ടികളുമായിട്ട് ഇൻട്രാക്ഷൻസ് നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് അവരുടെ ടീച്ചറുടെ ആദ്യത്തെ കമ്മ്യൂണിക്കേഷൻ
ക്ലാസ് റൂമിൽ ആദ്യമായിട്ട് വന്നപ്പോൾ ഉള്ള കമ്മ്യൂണിക്കേഷൻ അത്രയും എസെൻഷ്യൽ ആകണമെന്നില്ല എന്നുള്ളതാണ് അസെഷൻ പറഞ്ഞിട്ടുള്ളത്. ലെറ്റ് മീ റിപ്പീറ്റ്. കുട്ടികളുമായിട്ട് പിന്നീട് ബെറ്റർ റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ആദ്യത്തെ ദിവസം ടീച്ചർ ക്ലാസ് റൂമിൽ വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത രീതി ഒരിക്കലും അത്ര എസെൻഷ്യൽ ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് അസെഷൻ. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് റീസൺ അവർ പറയുന്നത് മോർ കൺട്രോൾ ഓവർ ദി കമ്മ്യൂണിക്കേഷൻ പ്രോസസ് മീൻസ് മോർ കൺട്രോൾ ഓവർ വാട്ട് സ്റ്റുഡൻസ് ആർ ലേണിംഗ്. ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ എത്രമാത്രം കൺട്രോൾ ഉണ്ടോ അതനുസരിച്ചുകൊണ്ട് സ്റ്റുഡൻസ് എന്താണ് പഠിക്കുന്നത് എന്നുള്ളതിൽ നമുക്ക് കൺട്രോൾ ഉണ്ടായിരിക്കും. സോ ഇവിടെ സ്റ്റേറ്റ്മെന്റ്സ് തന്നിരിക്കുന്നത് നമ്മളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. അസെഷൻ ആൻഡ് റീസൺ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഡിസ്കഷൻ നടത്തേണ്ടത്. അസെഷൻ പറഞ്ഞിരിക്കുന്നത് സ്റ്റുഡൻസ് ടീച്ചർ ക്ലാസ്സിൽ വന്ന് ഇനീഷ്യലി എങ്ങനെ മെസ്സേജ് സ്റ്റുഡൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അതേപോലെ തന്നെയായിരിക്കും ഫ്യൂച്ചറിൽ എന്ന് പറയാൻ സാധിക്കില്ല. മീൻസ് അത് ഫ്യൂച്ചർ കമ്മ്യൂണിക്കേഷനോ ഫ്യൂച്ചർ റിലേഷൻഷിപ്പിനെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അസെഷൻ പറയുന്നത്. രണ്ടാമതായിട്ട് റീസൺ ആയിട്ട് പറയുന്നത് റീസൺ ഈസ് സംതിങ് ടോട്ടലി ഡിഫറെൻറ്റ്. റീസൺ ആയിട്ട് അവർ പറഞ്ഞത് മോർ കൺട്രോൾ ഓവർ ദി കമ്മ്യൂണിക്കേഷൻ പ്രോസസ് മീൻസ് മോർ കൺട്രോൾ ഓവർ വാട്ട് സ്റ്റുഡൻസ് ആർ ലേണിംഗ്. നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ കൂടുതൽ കൺട്രോൾ ഉണ്ടെങ്കിൽ സ്റ്റുഡൻസ് എന്താണ് പഠിക്കുന്നത് എന്നുള്ളതിൽ നമുക്ക് കൂടുതൽ കൺട്രോൾ ഉണ്ടായിരിക്കും. ആക്ച്വലി ലെറ്റ് മീ ആസ്ക് യു വൺ തിങ്. സ്റ്റുഡൻസ് എന്താണ് പഠിക്കുന്നത് എന്നുള്ളതിൽ നമുക്ക് കൂടുതൽ കൺട്രോൾ ഉണ്ടാകേണ്ട കാര്യം എന്താണ്? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്. നോർമൽ കേസിൽ നമ്മൾ പഠിപ്പിക്കുന്നു, ദെൻ സ്റ്റുഡൻസിനെ കൊണ്ട് അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് എപ്പോഴും ടീച്ചർ ആക്ട് ചെയ്യേണ്ടത്. മീൻസ് ടീച്ചർ എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റേറ്റർ മാത്രമാണ്, അല്ലാതെ ടീച്ചർ ഈസ് നോട്ട് ദി എൻഡ്. നമ്മൾ ഒരു പോയിന്റിലും എൻഡ് ചെയ്യുന്നില്ല. ടീച്ചർ പറയുന്ന രീതിയിൽ തന്നെ ആക്ട് ചെയ്യണം എന്നൊരു നിർബന്ധവുമില്ല. സ്റ്റുഡൻസ് എന്ന് പറയുന്ന അവർ കൂടുതലായിട്ട് കാര്യങ്ങൾ കണ്ടെത്തണം, കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. അതനുസരിച്ച് അവരുടെ ക്യൂരിയോസിറ്റി, അവരുടെ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ അവർ ചെയ്യേണ്ടത്. അങ്ങനെ ഒരു പോയിന്റ് എടുക്കുമ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് ടോട്ടലി റോങ്. ബിക്കോസ് സ്റ്റുഡൻസ് എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളത് ടീച്ചറുടെ കമ്മ്യൂണിക്കേഷൻ അനുസരിച്ചായിരിക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതൊരിക്കലും 100% ജെന്യുവിൻ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ദി എക്സ്പ്ലനേഷൻ ഓഫ് ദി അസെഷൻ ഗിവൺ. മുകളിൽ പറഞ്ഞിരിക്കുന്ന അസെഷനും റീസണും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അസെഷൻ എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ്, പക്ഷേ റീസൺ തന്നിരിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ടാണ്. സോ അസെഷൻ എ ഈസ് ട്രൂ ഈവൻ ദോ ആർ ഈസ് ഫോൾസ് എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. സോ ഇവിടെയുള്ള ആൻസർ 3 ആണ്. ഓക്കെ, മനസ്സിലായോ? ഇവിടെയെല്ലാം നമ്മൾ ഉപയോഗിക്കേണ്ടത് നമ്മളുടെ ലോജിക്കാണ്, അല്ലാതെ ഒരു തിയറി ബേസ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ അല്ല വരുന്നത്. അതാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് വരുന്നതെല്ലാം നമ്മളുടെ ലോജിക്ക് ഉപയോഗിക്കേണ്ടതാണ്. അവിടെയൊന്നും നമുക്ക് തിയറി അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. സോ അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ കണ്ടത്. ഫൈൻ, മൂവിങ് ഓൺ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അഗെയിൻ ഒരു അസെഷനും റീസണുമാണ് തന്നിരിക്കുന്നത്. അസെഷൻ ടു കമ്മ്യൂണിക്കേറ്റ് വെൽ ഇൻ എ ക്ലാസ് റൂം, ഇൻ ദി ക്ലാസ് റൂം ഈസ് എ നാച്ചുറൽ എബിലിറ്റി. സോ ക്ലാസ് റൂമിൽ നല്ല രീതിയിൽ സംസാരിക്കുക എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ എബിലിറ്റിയാണ്. ഓക്കെ, റീസൺ ഇഫക്റ്റീവ് ടീച്ചിങ് ഇൻ ക്ലാസ് റൂം ഡിമാൻഡ്സ് നോളജ് ഓഫ് ദി കമ്മ്യൂണിക്കേഷൻ പ്രോസസ്. ഇഫക്റ്റീവ് ടീച്ചിങ് ഇൻ ക്ലാസ് റൂം ഡിമാൻഡ്സ് നോളജ് ഓഫ് ദി കമ്മ്യൂണിക്കേഷൻ പ്രോസസ്. കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞാൽ നമുക്ക് ക്ലാസ് റൂമിൽ ഇഫക്റ്റീവായിട്ട് പഠിപ്പിക്കാൻ പറ്റും. സോ രണ്ട് സ്റ്റേറ്റ്മെന്റ് അനലൈസ് ചെയ്യുക. രണ്ട് സ്റ്റേറ്റ്മെന്റും തമ്മിൽ റിലേഷൻ ഉണ്ടോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്. അതായത് അസെഷൻ തന്നിരിക്കുന്നതിന്റെ റീസൺ ആണോ ഇതെന്ന് ആദ്യം നോക്കുക. ദെൻ രണ്ട് സ്റ്റേറ്റ്മെന്റും റൈറ്റ് ആണോ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കുക. ടു കമ്മ്യൂണിക്കേറ്റ് വെൽ ഇൻ എ ക്ലാസ് റൂം, ഇൻ ദി ക്ലാസ് റൂം ഈസ് എ നാച്ചുറൽ എബിലിറ്റി. ഇതൊരു നാച്ചുറൽ എബിലിറ്റി എന്ന് പറയുന്നത് ശരിയാണോ? നാച്ചുറൽ? നോ, നെവർ. നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യാം. There is something called skill building. നമുക്ക് നമ്മുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ഡെവലപ്പ് ചെയ്യാമെന്നുള്ളപ്പോൾ എങ്ങനെയാണ് ഇതൊരു നാച്ചുറൽ എബിലിറ്റി ആവുന്നത്? നാച്ചുറൽ മീൻസ് ജന്മനാ കിട്ടുന്നത് എന്ന് തോന്നുന്നു. ഒരിക്കലുമല്ല.
സ്കിൽ ബിൽഡിംഗ് ഉള്ളത് കൊണ്ട് തന്നെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് പോസിബിൾ ആണ്. ഇൻ ദാറ്റ് കേസ് നാച്ചുറൽ എബിലിറ്റി എന്ന് പറയുന്നത് തെറ്റാണ്. സോ നമ്മളുടെ അസഷൻ തന്നെ തെറ്റാണ്. അസഷൻ തെറ്റാണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 പോയിന്റും പോയി കഴിഞ്ഞു. ഓക്കെ, ദെൻ അഗെയിൻ അസഷൻ തെറ്റാണെങ്കിൽ 3ാമത്തെ പോയിന്റും പോയി കഴിഞ്ഞു. നമ്മുടെ കയ്യിലുള്ളത് 4th ഓപ്ഷൻ മാത്രമാണ്. എ ഈസ് ഫോൾസ് ബട്ട് ബി ഈസ് ട്രൂ. മറ്റൊരു ഓപ്ഷനും അവിടെ ഇല്ല. ഓക്കെ, സോ ഇത്തരത്തിൽ വേണം നമ്മൾ നോർമലി അസഷൻ റീസൺ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എലിമിനേഷനിലേക്ക് പോവുക. ഓപ്ഷൻസിൽ ഏതൊക്കെയാണ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റൈറ്റ് ആൻസേഴ്സിലേക്ക് അവസാനമാകുമ്പോൾ എത്തും. ബിക്കോസ് അസഷൻ ആൻഡ് റീസണിങ് എപ്പോഴും കൺഫ്യൂസിങ് ആണ്. എത്ര എക്സ്പെർട്ട് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും പോയിന്റ് ഓഫ് വ്യൂവിലുള്ള ഡിഫറൻസ് കാരണം അസഷൻ ആൻഡ് റീസണിങ് ഡൗട്ട്ഫുൾ ആകാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെയുള്ള കേസുകളിൽ എലിമിനേഷൻ തന്നെ യൂസ് ചെയ്യുക. ഇവിടെ നമുക്ക് എയ്സ് ഫോൾസ് എന്ന് പറയുന്ന സെക്കൻഡ് സിറ്റുവേഷനേ ഇല്ല. അതുകൊണ്ട് അസഷൻ ഫോൾസ് ആവുന്ന ഒറ്റ സിറ്റുവേഷനേ ഉള്ളൂ. വി ഗോട്ട് ദ ആൻസർ. ഇതേപോലെ വേണം നമ്മൾ ചെയ്യാൻ. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോർമലി ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ എന്ന് വരുന്നത്. 3ാമത്തെ ക്വസ്റ്റ്യൻ അഗെയിൻ അസഷൻ ആൻഡ് റീസണിങ് ആണ്. ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ഇസ് എ ട്രാൻസാക്ഷണൽ പ്രോസസ്. ദെൻ റീസൺ ആയിട്ട് പറയുന്നത് എ ടീച്ചർ ഡസ് നോട്ട് ഓപ്പറേറ്റ് അണ്ടർ അസംഷൻ ദാറ്റ് സ്റ്റുഡൻസ് റെസ്പോൺസ് ആർ പർപ്പസീവ്. സോ വാട്ട് യു മീൻ ബൈ ട്രാൻസാക്ഷണൽ പ്രോസസ്? ദാറ്റ് ഈസ് ഫസ്റ്റ് പോയിന്റ്. അതാണ് നമ്മൾ ആദ്യം നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആയിട്ട് ചിന്തിക്കേണ്ടത്. ട്രാൻസാക്ഷണൽ മീൻസ് എന്തെങ്കിലും ഒന്ന് ചെയ്യിപ്പിക്കുന്ന പ്രോസസ്സാണ്. എക്സാക്ട്ലി as we already said, teaching means teacher is a facilitator. ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ദി വൺ ഹു ടീച്ച് എന്ന് പറയുന്നത് തെറ്റാണ്. വൺ ഹു മേക്സ് തിങ്സ് ഡു, മറ്റുള്ളവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു ഫെസിലിറ്റേറ്റർ എന്നുള്ള രീതിയിൽ ആക്ട് ചെയ്യുന്ന ഇൻഡിവിജ്വലിനെയാണ് നമ്മൾ ടീച്ചർ എന്ന് വിളിക്കുന്നത്. ഇൻ ദാറ്റ് കേസ് ട്രാൻസാക്ഷണൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഇൻഡിവിജ്വലിനെ കൊണ്ട് ഒരു കാര്യം ചെയ്യിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ. എക്സാക്ട്ലി, ദാറ്റ്സ് ട്രൂ. ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ചെയ്യിപ്പിക്കുന്ന ഒരു പ്രോസസ് ആണെങ്കിൽ എന്തുകൊണ്ടാണ് അത് അങ്ങനെ ആവുന്നതെന്ന് സെക്കൻഡ് റീസണിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. സോ ദി ടീച്ചർ ഡസ് നോട്ട് ഓപ്പറേറ്റ് അണ്ടർ ദി അസംഷൻ ദാറ്റ് സ്റ്റുഡൻസ് റെസ്പോൺസസ് ആർ പർപ്പസീവ്. സ്റ്റുഡൻസ് എന്ത് പറഞ്ഞാലും അതൊരു പർപ്പസീവ് ആണ്, കൃത്യമായിട്ടൊരു എയിം വെച്ചുകൊണ്ടുള്ള റെസ്പോൺസസ് ആണ് എന്ന് ടീച്ചർ ഒരിക്കലും അസ്യൂം ചെയ്തത്. ദാറ്റ് മീൻസ് നമ്മളായിട്ട് അവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കണം. ഓക്കെ, ട്രാൻസാക്ഷണൽ ആയിരിക്കണം എന്ന് പറയുമ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളും അവരുടെ പർപ്പസ് അനുസരിച്ചാണ് അവർ മൂവ് ചെയ്യുന്നതെന്ന് ഒരിക്കലും ടീച്ചർ അസ്യൂം ചെയ്യാൻ പാടില്ല. നമുക്ക് എന്താണോ വേണ്ടത് ആ കാര്യം നേടിയെടുപ്പിക്കണം സ്റ്റുഡൻസിനെ കൊണ്ട്. അതാണ് ടീച്ചറുടെ ഉത്തരവാദിത്വം. സോ ഇറ്റ്സ് എ ട്രാൻസാക്ഷണൽ പ്രോസസ് ആൻഡ് റീസൺ ഈസ് പെർഫെക്റ്റ്. സോ നമ്മുടെ ആൻസർ എ ആണ്. ഫസ്റ്റ് വൺ ആണ്. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ and R is the correct explanation of A. Okay, so first thing, ഈ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കണം നമുക്ക്. എന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ സാധിക്കൂ. അതാണ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷന്റെ ഡിഫിക്കൽറ്റി. 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഇതൊരു അസഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ല. ഇവരെന്തോ നമുക്ക് ചെക്ക് ചെയ്യാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് is correct for describing human communication process? ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ അല്ല, ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റിയ സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ്? 1ാമത്തെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ നോക്കുന്നു. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ക്യാൻ സ്റ്റിമുലേറ്റ് ഐഡിയാസ്. വാട്ട് ഡു യു മീൻ ബൈ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ? വിതൗട്ട് വേർഡ്സ്. എക്സാക്ട്ലി. വെബ്സ് യൂസ് ചെയ്യാത്ത, വേർഡ് യൂസ് ചെയ്യാത്ത ഏത് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ പറഞ്ഞാലും നമ്മളൊരു ഐഡിയ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബിക്കോസ് നമ്മൾ സംസാരിച്ചില്ലെങ്കിലും നമുക്ക് ആംഗ്യം കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മെത്തേഡ് വഴി സിഗ്നൽ കാണിച്ചുകൊണ്ട് ഒരു ഐഡിയ സെക്കൻഡ് പാർട്ടിയിലേക്ക് എത്തിക്കാൻ സാധിക്കും. സോ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ക്യാൻ സ്റ്റിമുലേറ്റ് ഐഡിയാസ്. ദാറ്റ്സ് ട്രൂ. ഓക്കെ, 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക. കമ്മ്യൂണിക്കേഷൻ ഈസ് എ ലേൺഡ് എബിലിറ്റി. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചെടുത്ത എബിലിറ്റിയാണ്. ജന്മന നമുക്ക് അവിടെ നിന്ന് ഒന്നും കിട്ടുന്നില്ല. ഇവിടെ നിങ്ങൾ
മിക്കവാറും ലാസ്റ്റ് ക്വസ്റ്റ്യനുമായിട്ട് കമ്പയർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ക്വസ്റ്റ്യൻ ടോട്ടലി ഡിഫറെൻ്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഇവിടെ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ ഈസ് എ ലേൺഡ് എബിലിറ്റി എന്നാണ്. നിങ്ങൾ പഠിച്ചെടുക്കുന്ന എന്തോ ഒന്നാണ് കമ്മ്യൂണിക്കേഷൻ, ഒരിക്കലുമല്ല ജനിക്കുന്നതിന് മുമ്പ് തന്നെ വി ആർ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് അവർ മദർ. ഓക്കെ, സോ ഇറ്റ്സ് എ ലേൺഡ് എബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട്ലി ട്രൂ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഓക്കെ, ബിക്കോസ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് പഠിച്ചെടുക്കാം. നമ്മൾ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ്റെ കേസ് പറഞ്ഞു, അതുവഴി നമുക്ക് പഠിച്ചെടുക്കാവുന്ന ഒരു എബിലിറ്റി കൂടിയാണ്. ലേൺഡ് എബിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന എബിലിറ്റി കൂടിയാണ്. പക്ഷെ കമ്മ്യൂണിക്കേഷൻ എല്ലായ്പ്പോഴും നമ്മൾ പഠിച്ചെടുക്കുന്ന ഒരു എബിലിറ്റിയാണെന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് വി ആർ ജനിക്കുമ്പോൾ തന്നെ ബേസിക് ലെവൽ കമ്മ്യൂണിക്കേഷൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് നോക്കാം. കമ്മ്യൂണിക്കേഷൻ ഈസ് നോട്ട് എ യൂണിവേഴ്സൽ പനാക്കിയ. കമ്മ്യൂണിക്കേഷൻ ഈസ് നോട്ട് എ യൂണിവേഴ്സൽ പനാക്കിയ. അവിടെ നിൽക്കട്ടെ, അടുത്തതിലേക്ക് പോകുന്നു. കമ്മ്യൂണിക്കേഷൻ cannot break down. കമ്മ്യൂണിക്കേഷൻ cannot break down. കമ്മ്യൂണിക്കേഷന് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ എന്നാലോചിച്ച് നോക്കുക. നമ്മൾ കമ്മ്യൂണിക്കേഷൻ്റെ ചാർട്ട് വരച്ചപ്പോൾ തന്നെ ഓൾറെഡി ഒരു നോയ്സ് ഇൻ ബിറ്റ്വീൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തായിരുന്നു. നോയ്സ് മീൻസ് ദർ വിൽ ബി സംതിങ് കോൾഡ് കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ്. കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് വന്നു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ഡൗൺ ആകാം. ഓക്കെ, ദെൻ അടുത്തതിലേക്ക് പോകുന്നു. അതിനു മുമ്പ് ഞാൻ അതിൻ്റെ ഒന്നും ആൻസർ ടിക്ക് ചെയ്യുന്നില്ല, ഈവൻ ദോ ബിക്കോസ് ഈ ക്വസ്റ്റ്യനകത്ത് ഒരുപാട് ക്ലാരിറ്റി മിസ്സിംഗ് ഉണ്ട്. ബിക്കോസ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഫ്രെയിമിംഗ് അല്ല UGC ഈ ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ ഓപ്ഷൻസും നമുക്ക് ശരിയാണെന്ന് പറയാൻ സാധിക്കും. അത്തരത്തിലുള്ള ചോയ്സുകളാണ് അവർ തന്നിരിക്കുന്നത്. അടുത്തതിലേക്ക് പോകുന്നു. മോർ കമ്മ്യൂണിക്കേഷൻ മീൻസ് മോർ എഫക്റ്റീവ് ലേണിംഗ് ബൈ സ്റ്റുഡൻസ്. വെറുതെ ഓരോ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവർ പഠിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? മോർ കമ്മ്യൂണിക്കേഷൻ മീൻസ് മോർ എഫക്റ്റീവ് ലേണിംഗ് ബൈ സ്റ്റുഡൻസ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. നമ്മൾ ഒരുപാട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നും പറഞ്ഞ് ഒരുപാട് സ്റ്റുഡൻസ് ലേൺ ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. സോ നമുക്ക് ഈ ഒഴിവാക്കാം. ഓക്കെ, സോ ദി ആൻസർ ഗിവൺ ഹിയർ ഈസ് റോങ്. നമുക്കിവിടെ തന്നിരിക്കുന്ന ആൻസർ റോങ് ആണ്. ബിക്കോസ് മോർ കമ്മ്യൂണിക്കേഷൻ മീൻസ് മോർ എഫക്റ്റീവ് ലേണിംഗ് ബൈ സ്റ്റുഡൻസ് നമുക്ക് പറയാൻ പറ്റാത്ത ഒന്നാണ്. ആൻഡ് നെക്സ്റ്റ്, വാല്യൂ ഓഫ് വാട്ട് ഈസ് ലേൺഡ് ത്രൂ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ഈസ് നോട്ട് ആൻ ഇഷ്യൂ ഫോർ സ്റ്റുഡൻസ്. എന്താണ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനിൽ പഠിച്ചത് എന്നുള്ളത് ഡെഫിനറ്റ്ലി ഒരു ഇഷ്യൂ ആണ്. ഓക്കെ, സോ നമ്മളിവിടെ പറഞ്ഞതിൽ 100% ഉറപ്പുള്ള പോയിന്റുകൾ മാത്രം നോക്കുക. ബിക്കോസ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ പറയുന്ന കാര്യങ്ങളും നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസുമായിട്ട് ഡയറക്റ്റ്ലി കുറച്ച് മിസ്റ്റേക്സ് നമുക്ക് അവിടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞ പോയിന്റ്സ് തന്നെ നോക്കുക. കമ്മ്യൂണിക്കേഷൻ ഇസ് എ ലേൺഡ് എബിലിറ്റി. അപ് ടു എ ലെവൽ ഇറ്റ്സ് എ ലേൺഡ് എബിലിറ്റി. ഒരു പോയിന്റ് വരെ നമുക്കത് ലേൺഡ് എബിലിറ്റി ആണെന്ന് പറയാം. എന്നാൽ ജന്മന തന്നെ കമ്മ്യൂണിക്കേഷൻ ഏബിൾ ആണ്, അതുകൊണ്ട് ജന്മന കിട്ടുന്നതാണ് ഒരു പരിധി വരെ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സോ ലേൺഡ് എബിലിറ്റിയും ശരിയാണ്, മറ്റേതും ശരിയാണ്, അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഈസ് നോട്ട് എ യൂണിവേഴ്സൽ പനാക്കിയ എന്ന് പറയുന്നത് തെറ്റാണ്. ബിക്കോസ് കമ്മ്യൂണിക്കേഷൻ യൂണിവേഴ്സലി നടക്കും. എല്ലായിടത്തും കമ്മ്യൂണിക്കേഷൻ നമുക്ക് കാണാൻ സാധിക്കും. കമ്മ്യൂണിക്കേഷൻ ഈസ് എ യൂണിവേഴ്സൽ പനാക്കിയ. ദെൻ കമ്മ്യൂണിക്കേഷൻ കാനോട്ട് ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത് തെറ്റാണ്. കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബ്രേക്ക് ഡൗൺ. സോ ഓപ്ഷൻസ് നമ്മളിവിടെ ഉറപ്പ് പറയാവുന്നത് 1 A ആൻഡ് F ആണ്. എയും എഫും. പിന്നീട് നമുക്ക് കൺഫ്യൂഷൻ ഉള്ളതാണ് ബാക്കിയുള്ള ഓപ്ഷൻസ്. അതിൽ ഗ്യാരണ്ടി നമുക്ക് പറയാൻ പറ്റുന്നത് ബിയുടെ കേസിൽ മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ക്വസ്റ്റ്യനിൽ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ട്. UGC നമുക്ക് തന്ന റൈറ്റ് ആൻസർ ആക്ച്വലി 4th 1 ആണ്. പക്ഷെ 4th 1 വരുമ്പോൾ E എന്ന് പറയുന്നത് ട്രൂ ആവുന്നു. മോർ കമ്മ്യൂണിക്കേഷൻ മീൻസ് മോർ ഇഫക്റ്റീവ് ലേണിംഗ് ബൈ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ട്രൂ ആവുകയാണ്. അങ്ങനെ ട്രൂ ആവുന്നത് ഒരിക്കലും ശരിയല്ല. പനാക്കിയ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും അപ്ലൈ ചെയ്യാവുന്ന ഒന്ന്, എല്ലായിടത്തും ഒരേ രീതിയിൽ അപ്ലൈ ചെയ്യാവുന്ന ഒന്ന്. ആക്ച്വലി കമ്മ്യൂണിക്കേഷൻ യൂണിവേഴ്സൽ പനാക്കിയാണ്, നമുക്ക് എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ദാറ്റ് ക്വസ്റ്റ്യൻ ഇറ്റ്സെൽഫ് ഹാസ് സം ഡിഫക്ട്സ്. അതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്ത് പ്രശ്നം ഉണ്ടാക്കുന്നില്ല. ബിക്കോസ് ഓൾറെഡി എക്സാം എഴുതിയവർ അന്ന് UGCക്ക് റെക്ടിഫിക്കേഷന് വേണ്ടി കൊടുത്തതാണ്. ഈവൻ ദോ അവരുടെ ആൻസർ 2 ഓപ്ഷൻസ് ശരിയാക്കാം എന്നുള്ള രീതിയിലാണ് വന്നത്. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യനെ പറ്റി നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല. എനിവേ ബേസിക് തിങ്സ് അറിഞ്ഞിരിക്കുക. മൂവിങ് ഓൺ.
ഇത്രയും കാര്യങ്ങളാണ് കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. കമ്മ്യൂണിക്കേഷൻ ടോപ്പിക് ഈസ് ഓവർ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? നമ്മൾ കമ്മ്യൂണിക്കേഷൻ്റെ 2 ലെക്ചേഴ്സാണ് ഡിസ്കസ് ചെയ്തത്. 2 സെഷൻസ് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയാം. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ നമുക്കൊരു MCQ ആകാം ഇനി. മേ ബി ടുഡേ ഓർ ടുമോറോ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു MCQ. അതിന് മുമ്പ് ICTയുമായി ബന്ധപ്പെട്ട് ഒരു 3rd MCQ കൂടി എനിക്ക് തരാനുണ്ട്. അതിനുശേഷം കമ്മ്യൂണിക്കേഷനിലേക്ക് നമ്മൾ വരും. ഓക്കെ, സോ കമ്മ്യൂണിക്കേഷൻ ഇതോടുകൂടി വൈൻഡ് അപ്പ് ചെയ്യുന്നു ഒഫീഷ്യലി. ആൻഡ് വി ആർ മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ടോപ്പിക്, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. Information and Communication Technology. ഓക്കെ, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ ലെക്ചർ 3 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതുവരെ നമ്മൾ പറഞ്ഞതിൽ മിസ്സിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് മാത്രമേ ഉള്ളൂ. അത് ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ്സ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ ആണ്. സോ ഹയർ എഡ്യൂക്കേഷനിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഇനീഷ്യേറ്റീവ്സ്, ഇവിടെ നിന്നും 1 ക്വസ്റ്റ്യനോ 2 ക്വസ്റ്റ്യനോ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. ബിക്കോസ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിയൻ ഗവൺമെൻറ് ഹയർ എഡ്യൂക്കേഷന് വേണ്ടി എന്തൊക്കെ ഇനീഷ്യേറ്റീവ്സ് എടുത്തിട്ടുണ്ടോ ഇതെല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെ എല്ലാത്തിനെ പറ്റിയും നമ്മളോട് ചോദിക്കാറുണ്ട്. സോ വിൽ സ്റ്റാർട്ട്. ഫസ്റ്റ് ഇനീഷ്യേറ്റീവ് is called Swayam. Might be heard about that, right? Study webs of active learning for young aspirant minds. This is called Swayam. Study webs of active learning for young aspirant minds. നിങ്ങൾക്ക് ഇവിടെ കയറി ഒരു കോഴ്സ് ചെയ്യാവുന്നതാണ്. സ്വയം പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്യുക. ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് ഡിഫറെൻറ്റ് സ്ട്രീമിലുള്ള കോഴ്സുകൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. സോ സ്വയം ഈസ് ആൻ ഇൻഡിജീനിയസ് മൂക്ക്. ഓക്കെ, മൂക്ക് എന്താണ്? മൂക്ക് എന്ന് പറയുന്നത് മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സാണ്. അതായത് എല്ലാ ഏരിയയിലേക്കും എല്ലാ ഇൻഡിവിജ്വൽസിനും ഓൺലൈൻ വഴി ലേണിംഗ് പോസിബിൾ ആക്കാൻ വേണ്ടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ക്രിയേറ്റ് ചെയ്ത ഒരു പ്ലാറ്റ്ഫോമാണ് സ്വയം. സ്വയം സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് പ്രകാരം there will be n number of courses, പല ഗ്രേഡിലുള്ള UGക്കാർക്കുള്ള PGക്കാർക്കുള്ള സ്കൂൾ ലെവലുകാർക്കുള്ള അങ്ങനെ ഓരോ ലെവലിലുമുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോഴ്സ് ഇന്ത്യയിലെ പ്രോമിനൻ്റ് ആയിട്ടുള്ള അക്കാഡമിഷ്യൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ കോഴ്സുകൾക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യാനും കോഴ്സ് അറ്റൻഡ് ചെയ്യാനും ഒന്നും യാതൊരു ഫീയും നമ്മൾ അടയ്ക്കേണ്ടതില്ല. അത്തരത്തിലുള്ളൊരു പ്ലാറ്റ്ഫോമാണ് സ്വയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫീ അടയ്ക്കേണ്ടി വരുന്നത് എക്സാം എഴുതി നമ്മൾ സർട്ടിഫിക്കറ്റ് മേടിക്കണമെങ്കിൽ മാത്രം ദർ വിൽ ബി എ നോമിനൽ ഫീ. നോമിനൽ ഫീ എന്ന് പറയുന്നത് നോർമലി 1000 റേഞ്ചിൽ വരും. അതാ ഫീ എക്സാം എഴുതുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ അടയ്ക്കേണ്ടത്. ലേണിങ്ങിന് വേണ്ടി നമ്മളൊരു എമൗണ്ടും പേ ചെയ്യേണ്ടി വരുന്നില്ല. ഓക്കെ, അതാണ് സ്വയം പ്ലാറ്റ്ഫോമിൻ്റെ ഏറ്റവും സ്പെഷ്യാലിറ്റി. സോ ഇന്ത്യയിലെ മാസീവ് ഓപ്പൺ ഓൺലൈൻ പ്രോഗ്രാം, ഓൺലൈൻ കോഴ്സസിൻ്റെ ഏറ്റവും വലിയ പ്ലാറ്റ്ഫോമാണ് സ്വയം. ഓക്കെ, ആക്ച്വലി ഇവരുടെ ബേസിക് അജണ്ട എന്ന് പറയുന്നത് ബെസ്റ്റ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ that must be provided to anyone, anytime, anywhere by using an IT system. ഇൻഫർമേഷൻ ടെക്നോളജിയുടെ സപ്പോർട്ടോടുകൂടി, ICTയുടെ സപ്പോർട്ടോടുകൂടി, ബേസിക്കലി ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ സപ്പോർട്ടോടുകൂടി ബെസ്റ്റ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ള അജണ്ടയോടുകൂടി ക്രിയേറ്റ് ചെയ്തതാണ് സ്വയം പ്ലാറ്റ്ഫോം. സോ സ്വയം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ആരാണെന്ന് അറിയണം. മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻ്റ് ആണ്. HRD, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് മിനിസ്ട്രിയും അതോടൊപ്പം തന്നെ ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ AICTയും കൂടി ചേർന്ന് മൈക്രോസോഫ്റ്റിൻ്റെ ഹെൽപ്പോട് കൂടി ക്രിയേറ്റ് ചെയ്ത പ്ലാറ്റ്ഫോമാണ് സ്വയം. ഓക്കെ, സ്വയവുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇതൊരു മൂക്കാണെന്നറിയാം, മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ്. അതാണ് സ്വയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഈ സ്വയം എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് അണ്ടറിലാണ് ആൻഡ് AICTയുടെ സപ്പോർട്ടോട് കൂടിയാണ് ഇത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. ദെൻ മൈക്രോസോഫ്റ്റ് ഒരു പ്രോമിനൻറ്റ് റോൾ പ്ലേ ചെയ്തിട്ടുണ്ട് ഇൻ ഇറ്റ്സ് ക്രിയേഷൻ. ആൻഡ് അൾട്ടിമേറ്റ്ലി ഇതിൻ്റെ കേപ്പബിലിറ്റി എന്ന് പറയുന്നത് 2000 കോഴ്സസ് ആണ്. 2000 കോഴ്സസ് വരെ ഇതേ പ്ലാറ്റ്ഫോമിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 80,000 അവേഴ്സ് ഓഫ് ലേണിംഗ്, 80,000 മണിക്കൂറുകൾ
പഠനത്തിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള എയിമോട് കൂടി സ്കൂൾ ലെവൽ, അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവൽ, എഞ്ചിനീയറിംഗ്, ലോ ആൻഡ് അതർ പ്രൊഫഷണൽ കോഴ്സസ് ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഇന്ററാക്റ്റീവ് പ്ലാറ്റ്ഫോമാണ് സ്വയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ സ്വയം സ്കീം? ഓക്കെ, സോ ഇതേപോലെ ഓരോ സ്കീമുകളും നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇറ്റ് വിൽ ടേക്ക് 1 hour. സോ ഫസ്റ്റ് സ്കീം സ്വയം. രണ്ടാമത്തെ സ്കീം ഇറ്റ് ഈസ് സ്വയം പ്രഭ. സ്വയം പ്രഭ എന്ന് പറയുന്നത് 32 എഡ്യൂക്കേഷണൽ DTH ചാനൽസിന്റെ നെറ്റ്വർക്കാണ് സ്വയം പ്രഭ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വയം പ്രഭ is a group of 32 DTH channels developed to telecast high quality educational programs on 24/7 basis using GSAT-15 satellite. So GSAT-15 satellite യൂസ് ചെയ്തുകൊണ്ടുള്ള യൂണിയൻ ഗവൺമെന്റിന്റെ എഡ്യൂക്കേഷൻ ഹയർ എഡ്യൂക്കേഷൻ ഇനീഷ്യേറ്റീവ് ആണ് സ്വയം പ്രഭ. ഇതൊരു 32 എഡ്യൂക്കേഷണൽ ചാനൽസ് ആണ് ഇത് പ്രകാരം ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ 32 എഡ്യൂക്കേഷണൽ ചാനൽസും ഓരോ ദിവസവും 4 മണിക്കൂർ കണ്ടന്റ് എങ്കിലും പ്രൊവൈഡ് ചെയ്യും. 4 മണിക്കൂർ പുതിയ കണ്ടന്റ്. ഈ 4 മണിക്കൂർ പ്രൊവൈഡ് ചെയ്ത കണ്ടന്റ് വീണ്ടും 5 തവണ ഒരു ദിവസം റിപ്പീറ്റ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ 20 മണിക്കൂറത്തെ പ്രോഗ്രാം. 4 മണിക്കൂറായിരിക്കും ന്യൂ പ്രോഗ്രാം, അത് 5 തവണ സെയിം ഡേയിൽ റിപ്പീറ്റ് ചെയ്യുന്നു. സോ ദാറ്റ് ഓരോ ഇൻഡിവിജ്വലിനും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച ടൈമിൽ ആക്സസ് ചെയ്യാൻ സാധിക്കും. ഇതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. സോ സ്വയം പ്രഭ എന്ന് പറയുന്നത് 32 എഡ്യൂക്കേഷണൽ DTH ചാനൽസിൻ്റെ ഒരു കോമ്പിനേഷനാണ്. ആക്ച്വലി ഇത് ഇന്ത്യയിൽ പ്രദർശിപ്പിക്കുന്നത് വിത്ത് ദി ഹെൽപ്പ് ഓഫ് GSAT-15 ആണ്. ഓക്കെ, ദെൻ ഇവിടെ കണ്ടന്റ് പ്രൊവൈഡേഴ്സ്, അതായത് ചാനലിൽ വേണ്ട കണ്ടന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് NPTEL വരുന്നുണ്ട്, IIT വരുന്നുണ്ട്, UGC വരുന്നുണ്ട്. അങ്ങനെയുള്ള ഇന്ത്യയിലുള്ള എല്ലാ എഡ്യൂക്കേഷണൽ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസും അതേപോലെ എക്സ്പെർട്സും IITസും ഒക്കെ ഡേറ്റ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ബിഫോർ മൂവിങ് ഫർദർ, വാട്ട് ഈസ് ഇൻഫ്ലിപ്നെറ്റ്? എന്താണ് ഇൻഫ്ലിപ്നെറ്റ്? ഇൻഫ്ലിപ്നെറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഗാന്ധിനഗർ ബേസ് ആയിട്ടുള്ള ഒരു ഗാന്ധിനഗറാണ് ഇതിൻ്റെ ബേസ്. ഗാന്ധിനഗറിലുള്ള ഇന്ത്യയിലെ ഒരു ഡിജിറ്റൽ ലാബോറട്ടറി എന്ന് വേണമെങ്കിൽ പറയാം, ഡിജിറ്റൽ ലൈബ്രറി എന്ന് നമുക്ക് പറയാം. ഇറ്റ്സ് എ കളക്ഷൻ, ഡിഫറെൻറ്റ് കോഴ്സസുകൾ കളക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഫ്രെയിം ചെയ്തിരിക്കുന്ന, ഇൻഡിജിനസിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഡിജിറ്റൽ ലൈബ്രറി നെറ്റ്വർക്കാണ് ഇൻഫ്ലിപ്നെറ്റ്. സോ ഇത്തരത്തിലുള്ള കോഴ്സുകളും ബുക്സുകളും ഒക്കെ ഇന്ത്യ മൊത്തമുള്ള സ്റ്റുഡൻസിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം, ദാറ്റ് ഈസ് ഇൻഫ്ലിപ്നെറ്റ്. ഓക്കെ, സോ നമ്മൾ 2 സ്കീംസ് പറഞ്ഞു, സ്വയം സ്കീം, രണ്ടാമതായിട്ട് സ്വയം പ്രഭ. മൂവിങ് ഓൺ, മൂന്നാമത്തെ സ്കീം ഇറ്റ് ഈസ് നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി, NDL. Ministry of Human Resource Development under its National Mission on Education through Information and Communication Technology. ഓർത്തേക്കുക, ഗവൺമെന്റിന്റെ ഹയർ എഡ്യൂക്കേഷൻ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന മിഷനാണ്. ഓക്കെ, ഹയർ എഡ്യൂക്കേഷൻ IT-യുടെ സപ്പോർട്ടോടുകൂടി ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്ത മിഷനാണ് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ICT. ഓക്കെ, നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ICT. ഇത് ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ് ആണ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ പ്രൊമോഷൻ. സോ അവരുടെ ഒരു ഇനീഷ്യേറ്റീവ് എന്നുള്ള രീതിയിൽ മിനിസ്ട്രി ഓഫ് HRD, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ക്രിയേറ്റ് ചെയ്ത ഒരു ഡിജിറ്റൽ ലൈബ്രറിയാണ് NDL. Okay, NDL India is a project to develop framework of virtual repository of learning resources in a single window search facility. ഒരു ഡിജിറ്റൽ റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യുക, ഇന്ത്യയിലുള്ള എല്ലാ ലേണിംഗ് റിസോഴ്സസുകളും ഒരുമിച്ചുകൊണ്ട് ഒരു ഡിജിറ്റൽ നെറ്റ്വർക്ക്, ഓക്കെ, ലൈക്ക് എ ഡിജിറ്റൽ ലൈബ്രറി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള എയിമോട് കൂടിയാണ് നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. ഇവിടെ പ്രോമിനന്റ് റോൾ പ്ലേ ചെയ്ത 2 പാർട്ടീസിനെയും അറിഞ്ഞിരിക്കുക. ഒന്ന് മിനിസ്ട്രി ഓഫ് HRD, രണ്ടാമതായിട്ട് NMEICT. ഓക്കെ, സോ NDL, the project titled Development of National Digital Library of India towards building a national asset, has been sanctioned to IIT Kharagpur. സോ ഈ പറയുന്ന പ്രോഗ്രാം ഏറ്റെടുത്ത് ചെയ്യുന്നത്
IIT ഖരഗ്പൂർ ആണ്. ഇവരുടെ റോൾ എന്നുള്ള രീതിയിലാണ് അവരത് ഏറ്റെടുത്ത് ചെയ്യുന്നത്. ദെൻ ഇതിന്റെ ബേസിക് എയിം ആസ് വി സെഡ് ഒരു സിംഗിൾ വിൻഡോ പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുക. ആ സിംഗിൾ വിൻഡോ പ്ലാറ്റ്ഫോം വഴി ടെക്സ്റ്റ് ബുക്കുകൾ, ആർട്ടിക്കിൾസ്, വീഡിയോസ്, ഓഡിയോ ബുക്സ്, ലെക്ചേഴ്സ്, സിമുലേഷൻസ്, ഫിക്ഷൻ, അങ്ങനെയുള്ള ഒരുപാട് ആളുകളുടെ സ്റ്റുഡൻസിൻ്റെ ലേണിങ്ങിന് വേണ്ട എല്ലാ റിസോഴ്സുകളും ഒരു സിംഗിൾ വിൻഡോ പ്ലാറ്റ്ഫോം വഴി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ബേസിക് എയിം. Then NDL India is designed to hold content of any language and provide interface support for leading Indian languages. So ഏതൊരു ലാംഗ്വേജിൽ വേണമെങ്കിലും ഇതിനകത്ത് പ്രോഗ്രാം സ്റ്റോർ ചെയ്യാൻ സാധിക്കും. അറ്റ് ദ സെയിം ടൈം ഇന്ത്യയിലുള്ള മേജർ ലാംഗ്വേജിലേക്ക് ഒരു ഇന്റർഫേസ് സപ്പോർട്ട് മീൻസ് ട്രാൻസ്ലേഷനുള്ള പോസിബിലിറ്റി കൂടി ഒരുക്കിയിട്ടുണ്ട്. ഇത്രയുമാണ് നാഷണൽ ഡിജിറ്റൽ ലൈബ്രറിയുമായി ബന്ധപ്പെട്ട് കൊടുക്കേണ്ടത്. ഇറ്റ് ഈസ് സിമിലർ ടു ഇൻഫ്ലിബ്നെറ്റ് സപ്പോർട്ടോട് കൂടിയാണ് നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി വർക്ക് ചെയ്യുന്നത്. ദെൻ നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ഇൻ ഇന്ത്യ aims to collect, preserve, disseminate entire intellectual output of the country and provide online courses from school level to postgraduate level, including technical education. So സ്കൂൾ ലെവൽ തൊട്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവൽ വരെ വരുന്ന എല്ലാ എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോമുകളെയും അല്ലെങ്കിൽ എല്ലാ എഡ്യൂക്കേഷണൽ ബേസ് ചെയ്തിട്ടുള്ള ഇൻ്റലിജൻസും കളക്ട് ചെയ്തുകൊണ്ട് ഇവരെല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഡേറ്റാബേസ് എന്നുള്ള രീതിയിൽ ആക്ട് ചെയ്യുകയാണ് നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി. ഇവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു. ആരാണ് ഇതിൻ്റെ ബാക്കിൽ നിൽക്കുന്നത്? ആദ്യം മിനിസ്ട്രി ഓഫ് HRD ഓർക്കണം. ദെൻ നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ഈ രണ്ട് ബോഡീസാണ് ഇത് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. ദെൻ ഈ ഡിജിറ്റൽ ലൈബ്രറി ക്രിയേറ്റ് ചെയ്യാനുള്ള റോൾ ഏറ്റെടുത്തിട്ടുള്ളത് IIT ഖരഗ്പൂർ ആണ്. Then it's a single window platform containing all the relevant materials relating to studies. Okay, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക NDLുമായി ബന്ധപ്പെട്ട്. സോ 3 കാര്യങ്ങൾ, 3 പ്ലാറ്റ്ഫോം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഗവൺമെൻറ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനകത്ത് ഒന്നാമത്തത് സ്വയം, 2 സ്വയംപ്രഭ, മൂന്നാമതായിട്ട് നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി. 4ാമത്തെ പ്ലാറ്റ്ഫോം നാഷണൽ അക്കാഡമിക് ഡെപ്പോസിറ്ററി. National Academic Depository is an initiative of Ministry of Human Resource Development and to facilitate digital issuance, storage, access and verification of academic award issued by academic institutions. So academic depository കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഡിജിറ്റലി പ്രൊവൈഡ് ചെയ്യുക ആസ് എ പാർട്ട് ഓഫ് ഡിജിറ്റൽ ഇന്ത്യ ഇനിഷ്യേറ്റീവ്. നമ്മൾ യൂണിവേഴ്സിറ്റി കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ്സ് എല്ലാം ഡിജിറ്റലി പ്രൊവൈഡ് ചെയ്യുക. ഈ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ്സ് എല്ലാം സ്റ്റോർ ചെയ്യാനുള്ള ഒരു കോമൺ പ്ലാറ്റ്ഫോം, ആ കോമൺ പ്ലാറ്റ്ഫോമാണ് നാഷണൽ അക്കാഡമിക് ഡെപ്പോസിറ്ററി. ഓക്കെ, ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അഗെയിൻ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ആണ്. ആൻഡ് ബേസിക് എയിം എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ ഇഷ്യൂവൻസ്, സർട്ടിഫിക്കറ്റ് ഡിജിറ്റലി ഇഷ്യൂ ചെയ്യുക, സർട്ടിഫിക്കറ്റ് ഡിജിറ്റലി സ്റ്റോർ ചെയ്യുക, ആൻഡ് എപ്പോഴൊക്കെയാണോ ആവശ്യം വരുന്നത് ആ ടൈമിൽ വെരിഫൈ ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോമായിട്ട് ആക്ട് ചെയ്യുക. ഇതൊക്കെയാണ് NADയുടെ basic aim. Then NAD is a unique, innovative and progressive initiative under Digital India theme towards achieving digital enablement of educational records. NAD aspires to make the vision of digital academic certificate for every Indian in a reality. എല്ലാ ഇൻഡിവിജ്വൽസിനും, ഇന്ത്യയിലുള്ള എല്ലാ ഇൻഡിവിജ്വൽസിനും അവരുടെ സർട്ടിഫിക്കറ്റ് എല്ലാം ഡിജിറ്റലി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള എയിമോട് കൂടിയാണ് NAD വർക്ക് ചെയ്യുന്നത്. സോ ഇത്തരത്തിൽ ഡിജിറ്റലി കൊടുക്കുമ്പോൾ അഡ്വാൻറ്റേജസ് നമ്മൾ പറയുകയാണെങ്കിൽ ഫസ്റ്റ് തിങ് നമുക്ക് ലോസ് വരുന്നില്ല, സ്റ്റോർ ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോമായിട്ട് ആക്ട് ചെയ്യുന്നു. രണ്ടാമതായിട്ട് എപ്പോഴൊക്കെയാണോ ക്രോസ് ചെക്ക് ചെയ്യേണ്ടി വരിക, അതായത് നമുക്കൊരു ഇൻഡിവിജ്വൽ ജോലി തരുവാണെങ്കിൽ അവർക്ക് ക്രോസ് ചെക്ക് ചെയ്യാൻ സാധിക്കും. അതേപോലെ നമ്മളുടെ അക്കാഡമിക് റെക്കോർഡ്സ് എപ്പോഴൊക്കെയാണോ വെരിഫൈ ചെയ്യേണ്ടത് ഈസി ആയിട്ട് നമുക്ക് വെരിഫൈ ചെയ്യാൻ ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് സാധിക്കും. അതാണ് നാഷണൽ അക്കാഡമിക് ഡെപ്പോസിറ്ററി. ബേസിക്കലി സർട്ടിഫിക്കറ്റ്സ് ഡിജിറ്റൽ ഇന്ത്യ പ്ലാറ്റ്ഫോമിൻ്റെ ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായിട്ട് ഓൺലൈൻ സർട്ടിഫിക്കറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇനിഷ്യേറ്റീവ്. അതാണ് നാഷണൽ അക്കാഡമിക് ഡെപ്പോസിറ്ററി. 6ാമത്തെ സ്കീം, 6ാമത്തെ ഇനിഷ്യേറ്റീവാണ് ഇ ശോധ് സിന്ധു. ഈ ശോധ് സിന്ധു എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ഇൻഫ്ലിബ്നെറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഇൻഫ്ലിബ്നെറ്റ് തന്നെയാണ് ഈ ശോധ് സിന്ധു. സോ ബേസ്ഡ് ഓൺ ദി റെക്കമെൻഡേഷൻ ഓഫ് ആൻ എക്സ്പെർട്ട് കമ്മിറ്റി with Ministry of Human Resource Development,
has formed eShow Sindhu, merging 3 consortia initiatives. ഓൾറെഡി ഉണ്ടായിരുന്ന 3 ഇനീഷ്യേറ്റീവിനെ മുമ്പുണ്ടായിരുന്ന 3 ഇനീഷ്യേറ്റീവ്സിനെ മെർജ് ചെയ്തുകൊണ്ടാണ് eShow Sindhu ക്രിയേറ്റ് ചെയ്യുന്നത്. 3 ഇനീഷ്യേറ്റീവ്സ് എന്ന് പറയുന്നത്, ഒന്ന് UGCയുടെ ഇൻഫോനെറ്റ് എന്ന് പറഞ്ഞ ഡിജിറ്റൽ ലൈബ്രറി കൺസോർഷ്യം ഉണ്ടായിരുന്നു, അതെടുത്ത് കളയുന്നു. അതേപോലെ എൻലിസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്കീം ഉണ്ടായിരുന്നു, അത് മാറ്റുന്നു. അതേപോലെ ഇൻഡസ് എന്ന് പറയുന്ന AICTEയുടെ ഒരു കൺസോർഷ്യം ഉണ്ടായിരുന്നു. ഇത് മൂന്നും എടുത്തു മാറ്റിയിട്ട് മൂന്നും ജോയിൻ ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്തതാണ് eShow Sindhu. ഓക്കെ, eShow Sindhu എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മോർ ദാൻ 15,000 international electronic journals and e-books made available to all the higher educational institutions through eShow Sindhu initiative. This allows access to best educational resources in the world using digital mode. ഇതൊരു ഇൻഫ്ലിപ്നെറ്റ് ആണ്. ഇൻഫ്ലിപ്നെറ്റ് കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു ലൈബ്രറി പ്ലാറ്റ്ഫോം ആണ്. സോ eShow Sindhu കൊണ്ട് ഇന്റർനാഷണലി അവൈലബിൾ ആയിട്ടുള്ള 15,000 ഇന്റർനാഷണൽ ജേർണൽസും അതേപോലെ ഇ-ബുക്സും എല്ലാം ഇന്ത്യയിലുള്ള എല്ലാ ഹയർ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിലും എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ക്രിയേറ്റ് ചെയ്ത ഒരു ഇൻഫ്ലിപ്നെറ്റ് പ്ലാറ്റ്ഫോമാണ് eShow Sindhu. ഓക്കെ, നൗ 6 സ്കീം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഡൗട്ട്സ് പറയുക. ക്ലിയർ ആണ് എല്ലാവർക്കും? ആർക്കും ഡൗട്ടില്ല? ഓക്കെ, മൂവിങ് ഓൺ. നെക്സ്റ്റ് ഈസ് വിർച്വൽ ലാബ്സ്, അനദർ ഇനിഷ്യേറ്റീവ്. ഈ ഇനിഷ്യേറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാബ് ഫെസിലിറ്റി എല്ലാ ഇൻഡിവിജ്വലുകളിലേക്കും എത്തിക്കുക. ലാബ് ഫെസിലിറ്റി എന്ന് പറയുന്നത് ലാബ് ആക്സസ് ചെയ്യുക എന്ന് പറയുന്നത് എല്ലാ കോളേജുകൾക്കും അത്ര ഈസി അല്ല. സോ ഇന്ത്യയിലുള്ള എല്ലാ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ലാബ് ഫെസിലിറ്റി എത്തിക്കാൻ വേണ്ടി വിർച്വലി അത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു മെക്കാനിസമാണ് വിർച്വൽ ലാബ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഫിസിക്കൽ ഡിസ്റ്റൻസ് ആൻഡ് ലാക്ക് ഓഫ് റിസോഴ്സസ് മേക്ക് us unable to perform experiments, especially when they involve sophisticated instruments. നമ്മൾ പല രീതിയിലുള്ള സോഫിസ്റ്റിക്കേറ്റഡ് ടെക്നോളജീസ് യൂസ് ചെയ്യേണ്ട സാഹചര്യങ്ങളിൽ ഫിസിക്കൽ ഡിസ്റ്റൻസ് കൊണ്ടോ അല്ലെങ്കിൽ ലാക്ക് ഓഫ് റിസോഴ്സസ് കൊണ്ടോ ഇത്തരത്തിലുള്ള ടെക്നോളജീസ് എടുത്ത് യൂസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം പല ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും സാധിക്കാറില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വെബ് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോ ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട്, ഓക്കെ, ലെറ്റ് മി റിപ്പീറ്റ്, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ഇല്ലെങ്കിൽ, വിർച്വൽ ലാബുകളിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആക്സസ് കിട്ടുന്നില്ലെങ്കിൽ വീഡിയോ ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സുകളുടെ സപ്പോർട്ടോട് കൂടി ലാബ് ആക്സസ് പ്രൊവൈഡ് ചെയ്യാം. മീൻസ് ലെക്ചർ ഉപയോഗിച്ച് വീഡിയോസ് ഉപയോഗിച്ചുകൊണ്ട് ലാബ് ആക്സസബിൾ ആക്കുക എന്നുള്ളതാണ് വിർച്വൽ ലാബിന്റെ ബേസിക് എയിം. സോ വെബ് ബേസ്ഡ് ആൻഡ് വീഡിയോ ബേസ്ഡ് കോഴ്സസ്, ദാറ്റ് ഈസ് ദി ബേസിക് എയിം. Web based and video based courses address the issue of teaching to some extent. So conducting joint experiment by 2 participating institutions and also sharing costly resources have also always been a challenge. So basically നമ്മൾ ഈ പറഞ്ഞ സ്വയം പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ സ്വയം പ്രഭ പോലുള്ള ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റിസോഴ്സസ്, ടീച്ചേഴ്സിന്റെ പ്രോബ്ലംസ് നമുക്ക് ഒരു പരിധിവരെ ഇല്ലാതാക്കാൻ സാധിക്കുന്നുണ്ട്. whereas when it comes to ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ലൈക്ക് ലാബോറട്ടറി, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അത് സോൾവ് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്ത ഒരു ഇനിഷ്യേറ്റീവാണ് വെർച്വൽ ലാബ്. ഓക്കെ, സോ ഇന്റർനെറ്റിനെയും കമ്പ്യൂട്ടർ ടെക്നോളജിയും ഉപയോഗിച്ചുകൊണ്ട് ഒരു ഷെയറിംഗ് ബേസിൽ ലാബ് എന്നുള്ളൊരു കൺസെപ്റ്റ് അവരുടെ മുമ്പിലേക്ക്, സ്റ്റുഡൻസിന്റെ മുമ്പിലേക്ക് എത്തിക്കുകയാണ് വെർച്വൽ ലാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ വിത്ത് ദി പ്രസന്റ് ഡേ ഇന്റർനെറ്റ് ആൻഡ് കമ്പ്യൂട്ടിംഗ് ടെക്നോളജീസ്, above limitation can no more hamper students and researchers in enhancing their skill and knowledge. Also, in a country such as ours, costly instruments and equipments need to be shared with fellow researchers to the extent possible. So the basic content ഇവിടെ വിർച്വൽ ലാബിന്റെ ബേസിക് കണ്ടന്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടി ഒരു വിർച്വൽ ലാബ് ഫെസിലിറ്റി, റിയൽ ലാബ് അല്ല, വിർച്വൽ ലാബ് ഫെസിലിറ്റി എല്ലാവരിലേക്കും എത്തിക്കുന്നു. അത് പ്രകാരം ഇന്ത്യയിലുള്ള എല്ലാ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഇത് ആക്സസ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ബേസിക്കലി ഇനീഷ്യൽ ലെവലിൽ
ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനുശേഷം എല്ലാ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. ദിസ് ഈസ് കോൾഡ് വിർച്വൽ ലാബ്സ്. അടുത്തത് യന്ത്ര. അഗെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മിനിസ്ട്രി ഓഫ് HRDയും ദെൻ MNE ICTയും ചേർന്ന് ഒരുക്കിയിട്ടുള്ള അനദർ ഇനീഷ്യേറ്റീവാണ് യന്ത്ര. യന്ത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതൊരു റോബോട്ടിക്സ് ആൻഡ് എഞ്ചിനീയറിംഗ് ബേസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ്. റോബോട്ടിക്സിന്റെ ബേസിക് ഐഡിയ സ്റ്റുഡൻസിലേക്ക് എത്തിക്കുക, എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇനീഷ്യേറ്റീവാണ് ആക്ച്വലി യന്ത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലെറ്റ്സ് ചെക്ക്. ആൻഡ് മിനിസ്ട്രി ഓഫ് HRD അണ്ടർ ദി MNE ICT നമ്മൾ പറഞ്ഞു, നാഷണൽ മിഷൻ ഫോർ എഡ്യൂക്കേഷൻ യൂസിങ് ICT പ്രോഗ്രാമാണ്. അതിൻ്റെ പേരാണ് യന്ത്ര. ഇറ്റ്സ് ഇംപ്ലിമെന്റഡ് ടു ഇൻകോർപ്പറേറ്റ് റോബോട്ടിക്സ് ഇൻ ടു എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷൻ വിത്ത് ദി ഒബ്ജക്റ്റീവ് ഓഫ് എൻഗേജിങ് സ്റ്റുഡൻസ് ടു എക്സൈറ്റിംഗ് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഓഫ് മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പിൾസ്. സോ സ്റ്റുഡൻസിലേക്ക് മാത്തമാറ്റിക്സും അതേപോലെ കമ്പ്യൂട്ടർ സയൻസ്, എഞ്ചിനീയറിംഗ് തുടങ്ങിയിട്ടുള്ള ആസ്പെക്റ്റുകൾ മനസ്സിലാക്കാൻ വേണ്ടി റോബോട്ടിക്സിന്റെ സഹായത്തോടു കൂടി കുട്ടികളിലേക്ക് എത്തിക്കുക. ഇതാണ് പ്രധാനമായിട്ടും യന്ത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്രിയേഷൻ ഓഫ് റോബോട്ടിക് പ്ലാറ്റ്ഫോം ഹാസ് ബീൻ സക്സസ്ഫുള്ളി ഡെമോൺസ്ട്രേറ്റഡ് ഡ്യൂറിംഗ് ദി phase 1 ഓഫ് ദി പ്രോജക്ട്. പ്രസന്റ്ലി യന്ത്ര ഹാസ് ബീൻ ഇംപ്ലിമെന്റഡ് ഇൻ 100 കോളേജസ്. നിലവിൽ 100 കോളേജുകളിൽ ഇംപ്ലിമെന്റ് ചെയ്ത ഒരു സ്കീമാണ്. ബേസിക് എയിം എന്ന് പറയുന്നത് ഒരു റോബോട്ടിക് പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുന്നു. ആ റോബോട്ടിക് പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് എന്താണ് ബേസിക് ആപ്ലിക്കേഷൻ ഓഫ് മാത്തമാറ്റിക്സ് ഇൻ എഞ്ചിനീയറിംഗ്, അതേപോലെ കമ്പ്യൂട്ടർ സയൻസിന്റെ ആപ്ലിക്കേഷൻ, എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പിൾസിന്റെ ആപ്ലിക്കേഷൻ, ഇതെല്ലാം എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് യന്ത്ര ഇനീഷ്യേറ്റീവിന്റെ എയിം. ഓക്കെ, സോ ഇതുവരെ പറഞ്ഞ പോയിന്റ്സ് ഒന്നും കൂടി ഞാൻ പറയുന്നു, ശ്രദ്ധിക്കുക, എല്ലാവരും ഇത് മനസ്സിലാക്കണം, അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത് നമ്മൾ പറഞ്ഞു സ്വയം സ്കീമാണ്, ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം. രണ്ടാമത്തെ ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് സ്വയം പ്രഭയായിരുന്നു. 32 എഡ്യൂക്കേഷണൽ ചാനൽസ് ആയിരുന്നു സ്വയം പ്രഭ. ദെൻ നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി എന്ന് പറയുന്ന ഇനീഷ്യേറ്റീവ്. അതിനുശേഷം നാഷണൽ അക്കാഡമിക് ഡെപ്പോസിറ്ററി നമ്മൾ പറഞ്ഞു. ദെൻ Sindo ഒരു ലൈബ്രറി ടൈപ്പ് സെറ്റപ്പ് ആണ്, ഇൻഫ്ലിഗ്നെറ്റ് ആണ്. അതിനുശേഷം വിർച്വൽ ലാബ്സ് വരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അടുത്ത ടോപ്പിക് യന്ത്ര വരെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അടുത്ത ടോപ്പിക് ക്യാമ്പസ് കണക്ടിവിറ്റി. ദി നാഷണൽ മിഷൻ ഫോർ എഡ്യൂക്കേഷൻ ത്രൂ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, നേരത്തെ നമ്മൾ പറഞ്ഞ അതേ ഇനീഷ്യേറ്റീവ് NME ICT aims to leverage potential information and communication technology in teaching and learning process. ഇവരുടെ ബേസിക് എയിം ഇതാണ്. അതായത് ടീച്ചിങ് ആൻഡ് ലേണിംഗ് എന്ന് പറയുന്ന രണ്ട് ആസ്പെക്റ്റുമായി ബന്ധപ്പെട്ട് കമ്പ്യൂട്ടറും ഇൻഫർമേഷൻ ടെക്നോളജിയും യൂസ് ചെയ്യുക. ഇത് രണ്ടും ഉപയോഗിച്ചുകൊണ്ട് ടീച്ചിങ് ആൻഡ് ലേണിംഗ് കുറച്ചുകൂടി ഈസിയർ ആക്കുക, എല്ലാ ഇൻഡിവിജ്വലുകളിലേക്കും എത്തിക്കുക എന്നുള്ളൊരു എയിമോട് കൂടി വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷനാണ് ആക്ച്വലി, അല്ലെങ്കിൽ ഒരു ഇനീഷ്യേറ്റീവാണ് NME ICT. സോ ദി മിഷൻ ഓൾസോ എയിംസ് ടു പ്രൊവൈഡ് 20 ബ്രോഡ്ബാൻഡ് കണക്ഷൻസ് ഓഫ് 512 kbps speed over to 25,000 colleges. സോ ഫസ്റ്റ് എയിം എന്ന് പറയുന്നത് ഇവരുടെ ഈ ക്യാമ്പസ് കണക്ടിവിറ്റി പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് ഇതാണ്, 20 ബ്രോഡ്ബാൻഡ് കണക്ഷൻ, അതായത് 20 ബ്രോഡ്ബാൻഡ് കണക്ഷൻ 512 kbps എങ്കിലും സ്പീഡുള്ള 20 ബ്രോഡ്ബാൻഡ് കണക്ഷൻസ് ഈ 2500 കോളേജസുകളിലും 2000 പോളിടെക്നിക്സുകളിലും എത്തിക്കുന്നു. ഓക്കെ, അതുകൂടാതെ രണ്ടാമതായി ഒപ്റ്റിക്കൽ ഫൈബർ കണക്ടിവിറ്റി, അതിൻ്റെ സ്പീഡ് വരുന്നത് GB-യിലായിരിക്കും, ഗിഗാബൈറ്റ് പെർ സെക്കൻഡ് ആയിരിക്കും. 1 GB എങ്കിലും സ്പീഡുള്ള ഒപ്റ്റിക്കൽ ഫൈബർ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് 419 യൂണിവേഴ്സിറ്റീസിനെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ക്യാമ്പസ് കണക്ടിവിറ്റി പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മീൻസ് ഇന്റർനെറ്റ് ടു യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ് ക്യാമ്പസ് കണക്ടിവിറ്റി പ്രോഗ്രാം. ഓക്കെ, സോ ഇതും ഡിജിറ്റൽ ഇന്ത്യ ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ക്യാമ്പസ് കണക്ടിവിറ്റി പ്രോഗ്രാമും റൺ ചെയ്യുന്നത്. അടുത്തത് ടോക്ക് ടു എ ടീച്ചർ. ടോക്ക് ടു എ ടീച്ചർ എന്ന് പറയുന്നത് IIT ബോംബെ ക്രിയേറ്റ് ചെയ്ത ഒരു ഇനിഷ്യേറ്റീവാണ്. സോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് IIT ബോംബെ ആണെന്ന് ഓർക്കുക. ദെൻ ഇതും എഗെയിൻ
നാഷണൽ മിഷൻ ഫോർ എഡ്യൂക്കേഷൻ ത്രൂ ICT. നേരത്തെ നമ്മൾ പറഞ്ഞ അതേ സ്കീമിൻ്റെ കീഴിലുള്ളതാണ്. നാഷണൽ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് മിനിസ്ട്രി ക്രിയേറ്റ് ചെയ്ത സ്കീം തന്നെയാണ്. സോ ഇതിൻ്റെ ബേസിക് എയിം എന്ന് പറയുന്നത് പ്രൊവൈഡ് ഫ്രീ ആക്സസ് ടു എ ഫ്യൂ സെലക്റ്റഡ് ഗ്രാജുവേറ്റ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സസ് ത്രൂ IIT Bombay by distinguished faculty members and scholars at large. സോ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ICT എന്ന് പറയുന്ന ഇനീഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ടാണ്. ഈ ഇനീഷ്യേറ്റീവ് പ്രൊവൈഡ് ചെയ്യുന്നത് ആക്ച്വലി IIT Bombay ആണ്. IIT Bombayയുടെ ഈ ഇനീഷ്യേറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സെലക്റ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസിന് വേണ്ടി ചില സെലക്റ്റഡ് പ്രോഗ്രാംസ്, ചില സെലക്റ്റഡ് കോഴ്സുമായി ബന്ധപ്പെട്ട് എക്സ്പെർട്ട് പാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് IITയിലെ പ്രൊഫസേഴ്സാണ്. അവരോട് സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടി സ്റ്റുഡൻസിന് ഒരു അവസരം ഒരുക്കുന്നു. ഓക്കെ, ഈ അവസരം ഒരുക്കുമ്പോൾ ഒരു നിശ്ചിതമായുള്ള ടൈം ഫ്രെയിം ഉണ്ടാകും. ആ ടൈമിൽ ഓൺലൈനിൽ വന്നിട്ട് സ്റ്റുഡൻസിന് അവരുടെ ഡൗട്ട്സ് എല്ലാം ഈ IIT പ്രൊഫസേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് റിസോൾവ് ചെയ്യാം. ഈ ഒരു സ്കീമാണ് ടോക്ക് ടു എ ടീച്ചർ. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് IIT Bombay ആണ് ഇതിൻ്റെ ഇനീഷ്യേറ്റീവ് എടുത്തിരിക്കുന്നതെന്ന് ഓർക്കണം. ദെൻ എന്താണ് ബേസിക് സ്കീം എന്നും ഓർത്തേക്ക്. മൂവിങ് ഓൺ. നെക്സ്റ്റ് ഈസ് ആസ്ക് എ ക്വസ്റ്റ്യൻ. ആസ്ക് എ ക്വസ്റ്റ്യൻ ഈസ് എ യൂണിക് പ്ലാറ്റ്ഫോം ത്രൂ വിച്ച് സ്റ്റുഡൻസ് ഫ്രം സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, സോ അവർ ടാർഗറ്റ് ചെയ്യുന്നത് ആരെയാണെന്ന് നോക്കുക, സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് കോളേജസിലെ സ്റ്റുഡൻസിന് വേണ്ടിയാണ്. ഓൾ ഓവർ ഇന്ത്യ ക്യാൻ ആസ്ക് ക്വസ്റ്റ്യൻസ് ടു ഫാക്കൽറ്റി ഫ്രം അഗെയിൻ IIT Bombay. IIT Bombayയിലെ ഫാക്കൽറ്റീസിനോട് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ വരുന്ന സ്റ്റുഡൻസിന് സംശയങ്ങൾ, ഇൻറ്ററാക്റ്റീവ് ലൈവ് സെഷനായിട്ട് സംശയങ്ങൾ ചോദിക്കാനുള്ള ഒരു അവസരമാണ് ആസ്ക് എ ക്വസ്റ്റ്യൻ. ടോക്ക് ടു എ ടീച്ചർ എന്ന് പറയുന്നത് സെലക്റ്റഡ് ആയിട്ടുള്ള, ലെറ്റ് മി റിപ്പീറ്റ്, ടോക്ക് ടു എ ടീച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നേരത്തെ സെലക്ട് ചെയ്തിരിക്കുന്ന ചില കോഴ്സസ് ഉണ്ട്. അത് നോർമലി ഗ്രാജുവേറ്റ് കോഴ്സസ് ആകാം, പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സസ് ആകാം. അതുമായി ബന്ധപ്പെട്ട് IIT Bombayയിലെ ഫാക്കൽറ്റീസുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ആക്ച്വലി ഇതൊരു കൊളാബറേറ്റീവ് ടൂളാണ്. അതായത് അമൃത യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് അമൃത യൂണിവേഴ്സിറ്റിയും IIT Bombayയും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കൊളാബറേറ്റീവ് ടൂളാണ് ടോക്ക് ടു എ ടീച്ചർ. സോ ഇതൊരു ക്ലാസ് റൂം ടു ക്ലാസ് റൂം കണക്ടിവിറ്റിയാണ് ബേസിക്കലി വരുന്നത്. ഇവർക്ക് പരസ്പരം ബോംബെയിലെ പ്രൊഫസേഴ്സുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്ത് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ളൊരു മെക്കാനിസം. ഇതേ ലൈനിൽ തന്നെയാണ് ടോക്ക് ടു ആസ്ക് എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വർക്ക് ചെയ്തത്. ആസ്ക് എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആക്ച്വലി സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ്. അവർക്ക് IIT Bombayയിലെ ഫാക്കൽറ്റീസുമായിട്ട് ലൈവ് ഇൻറ്ററാക്റ്റീവ് സെഷനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ആസ്ക് എ ക്വസ്റ്റ്യൻ കൊടുക്കുന്നത്. സോ അതിന് ടൈമിംഗ് ഉണ്ട്. നോർമലി എവറി തേഴ്സ്ഡേ 4 to 5 PM ആണ്. ദാറ്റ് ഈസ് ഓൾ ഇറലവൻറ്റ് ഫോർ അസ്. അത് നമുക്ക് ആവശ്യമില്ല. നമുക്ക് വേണ്ടത് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് കോളേജസിനെ IIT Bombayയിലെ ഫാക്കൽറ്റീസുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. അതാണ് ആസ്ക് എ ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എനി ഡൗട്ട്സ്? ഓക്കെ, അടുത്തത് E-Acharya. E-Acharya is also called Integrated E-Content Portal of again NME ICT. ഈ NME ICTയുടെ ഇൻ്റഗ്രേറ്റഡ് E-Content പോർട്ടലാണ് E-Acharya. This is the official repository of E-Content and all content produced under NME ICT is being put under the repository platform at InflipNet Center at Gandhinagar. സോ നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഫ്ലിപ്നെറ്റ് സെൻറ്ററിൽ അവിടെ ഈ പറയുന്ന പ്രോഗ്രാമിൻ്റെ, അതായത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ICT എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ എല്ലാ കണ്ടന്റുകളും, ഈ കണ്ടന്റ് പ്ലാറ്റ്ഫോം, ഈ കണ്ടന്റ് എല്ലാം സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്ലാറ്റ്ഫോമാണ് E-Acharya. ലെറ്റ് മി റിപ്പീറ്റ്, ഇൻഫ്ലിപ്നെറ്റ് ആണ് ഓൾ ഇന്ത്യയിൽ മൊത്തമുള്ള എല്ലാ നെറ്റ്വർക്കുകളെയും സംയോജിപ്പിച്ചുകൊണ്ട് ഒരു ലൈബ്രറി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ സ്റ്റോറേജ് ഡിവൈസ് എന്നുള്ള രീതിയിൽ ആക്ട് ചെയ്യുന്നത് ഇൻഫ്ലിപ്നെറ്റ് ആണ്. ഈ ഇൻഫ്ലിപ്നെറ്റ് ഗാന്ധിനഗറിൻ്റെ പാർട്ടായിട്ട് E-Acharya എന്ന് പറയുന്ന ഒരു ഇനീഷ്യേറ്റീവ് വഴി നാഷണൽ മിഷൻ ഫോർ എഡ്യൂക്കേഷൻ ത്രൂ ICTയുടെ അവരുടെ ഈ കണ്ടന്റുകളെല്ലാം സ്റ്റോർ ചെയ്യുന്ന പ്ലാറ്റ്ഫോം ആണ് E-Acharya. ഓക്കെ, ലെറ്റ് മി റിപ്പീറ്റ്, E-Acharya is also called Integrated E-Content Portal. Integrated E-Content Portal of National Education
നാഷണൽ മിഷൻ ഫോർ എഡ്യൂക്കേഷൻ ത്രൂ ICT അതിൻ്റെ ഇൻ്റഗ്രേറ്റഡ് കണ്ടന്റ് പോർട്ടലാണ്. ആൻഡ് ദിസ് ഈസ് ദി ഒഫീഷ്യൽ റെപ്പോസിറ്ററി ഓഫ് all content of National Mission for Education through ICT. Then that's all. അത് ഓർത്തേക്കുക. Moving on. Next is eKalpa. eKalpa again ഇവരുടെ തന്നെ മറ്റൊരു ഇനിഷ്യേറ്റീവ് ആണ്. It is the digital learning environment for design in India has been demonstrated and achieved in the following project. So basically ഇതൊരു e-learning environment ആണ്. ഓക്കെ, e-learning environment ആണ്. അഗൈൻ നമ്മൾ ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പോലെ തന്നെ മറ്റൊരു e-learning environment ആണ് eKalpa. eKalpയുമായി ബന്ധപ്പെട്ട് ഓർക്കേണ്ടത്, സോ ഇതിനകത്ത് വരുന്ന ഡിഫറെൻറ്റ് പ്രോജക്ട്സ് ഓർക്കുക. ഫസ്റ്റ് വൺ ഈസ് ഡിജിറ്റൽ ഓൺലൈൻ കണ്ടന്റ് ഫോർ ലേണിംഗ് ഡിസൈൻ വിത്ത് e-learning പ്രോഗ്രാംസ് ഓൺ ഡിസൈൻ. സോ ബേസിക്കലി ഡിസൈൻ എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ് ഇവിടെ. ഡിസൈൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്, ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ട് എഞ്ചിനീയറിംഗിൻ്റെ പാർട്ടായിട്ട് തന്നെ നമുക്ക് എടുത്താം. ഡിസൈൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്നൊരു എൻവയോൺമെൻറ്റ് ഓഫ് ഡിസൈൻ ഇൻ ഇന്ത്യ, ആ ഒരു ഏരിയയിലാണ് eKalpa വർക്ക് ചെയ്യുന്നത്. സോ ഡിജിറ്റൽ ഓൺലൈൻ കണ്ടന്റ് ഫോർ ലേണിംഗ് design with e-learning programs on design. Then digital design resources database including craft sector, craft work, അങ്ങനെയുള്ള ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ട ഏരിയാസിലാണ് eKalpa വർക്ക് ചെയ്യുന്നത്. Then social networking for higher learning with collaboration of learning space for design. Then finally design inputs for products of national mission in education through ICT. So basically ഡിസൈനിങ് എന്ന് പറയുന്ന ഒരു ഏരിയയുമായി ബന്ധപ്പെട്ട് പ്രൊജക്ട്സ് ഏറ്റെടുത്ത് ചെയ്യുകയും ഡിസൈനിങ് എന്ന് പറയുന്ന ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുകയാണ് eKalpa ചെയ്യുന്നത്. സോ ഇവിടെ ഓർക്കേണ്ടത് ഡിസൈനിങ്, ഒരു എൻവയോൺമെൻറ്റ് ഫോർ ഡിസൈനിങ് ആണ് eKalpa ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ദി ഫ്രീ ആൻഡ് ഓപ്പൺ സോഫ്റ്റ്വെയർ ഓഫ് എഡ്യൂക്കേഷൻ, FOSSEE എന്ന് പറയും. FOSSEE project sanctioned to IIT Bombay, again IIT Bombay initiative has been promoting use of open source software in educational institutions. Okay, so ഈ പറയുന്ന FOSSEE.in ഉപയോഗിച്ചുകൊണ്ട് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യാൻ സാധിക്കും. വാട്ട് ഈസ് ആൻ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ? എന്താണ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ? Anyone? No one. Publicly accessible, എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, ഡു വൺ തിങ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു നമ്മുടെ MCQ1ൻ്റെ ആൻസർ കീ ഞാൻ ഇന്ന് ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്താണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ചോദിച്ച ക്വസ്റ്റ്യനകത്തും ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നു. ഒന്ന് വായിച്ചു നോക്കുക. സോ യു വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് FOSSEE. FOSSEE ഈസ് എ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ലൈക്ക് ലിനക്സ്, അതേപോലുള്ള ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. അതായത് ആർക്ക് വേണമെങ്കിലും കണ്ടന്റ് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അത്തരത്തിലുള്ള സോഫ്റ്റ്വെയർസിനെയാണ് നമ്മൾ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. പ്രോഗ്രാമിൻ്റെ സോഴ്സ് കോഡ് ഓപ്പൺ ആയിരിക്കും. ആ സോഴ്സ് കോഡ് ഓപ്പൺ ചെയ്തിരിക്കുന്ന സോഴ്സ് കോഡ് ഉപയോഗിച്ചുകൊണ്ട് ആർക്ക് വേണമെങ്കിലും പ്രോഗ്രാം ചെയ്യാം, അവരവരുടേതായ പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യാം. അത്തരത്തിലുള്ള സോഫ്റ്റ്വെയർ പ്രോഗ്രാംസിനെയാണ് നമ്മൾ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, FOSSEE എന്ന് പറയുന്ന അത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമാണ്. ആൻഡ് ബേസിക് എയിം എന്ന് പറയുന്നത് ഇറ്റ് ഡസ് through instructional materials such as spoken tutorials, documentation such as textbook companions, awareness programs such as conferences, training workshops and internships. Textbook companion is a collection of code for solving examples of textbooks. So basically internet support ഓടുകൂടി നമുക്ക് വർക്ക് ചെയ്യാവുന്ന ഒരു ഫ്രീ പ്ലാറ്റ്ഫോം. ആ ഫ്രീ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഓപ്പൺ സോഴ്സ് ആണ്. നമുക്ക് തന്നെ കോഡ് ചെയ്ത് നമ്മുടെ രീതിയിലേക്ക് മാറ്റാൻ പറ്റുന്ന
ടൈപ്പ് ഓഫ് ഒരു പ്ലാറ്റ്ഫോമാണ് ആക്ച്വലി ഫോസി. ഈ ഫോസി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഓരോ കോളേജുകൾക്കും അല്ലെങ്കിൽ ഓരോ സ്കൂളുകൾക്കും അവരവരുടേതായ രീതിയിലുള്ള മൊഡ്യൂൾസ് ക്രിയേറ്റ് ചെയ്യാം. ദെൻ ടെക്സ്റ്റ് ബുക്ക് സപ്പോർട്ട് എടുക്കാം. അതേപോലെ അവയർനെസ് പ്രോഗ്രാംസ് റൺ ചെയ്യാം. ഇതൊക്കെ ഇത്തരത്തിലൊരു ഓപ്പൺ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടുകൂടി ചെയ്യാൻ സാധിക്കും. സോ ഫോസി പ്രൊമോട്ട് ചെയ്യുന്നത് എഡ്യൂക്കേഷൻ റിസർച്ചിലൂടെ ഇംപ്രൂവ് ചെയ്യാനുള്ള പല മെത്തേഡ്സുമാണ്. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടത് ഫോസി ഈസ് ആൻ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. എഡ്യൂക്കേഷൻ പ്രൊമോഷന് വേണ്ടി എഡ്യൂക്കേഷൻ ഇന്റർനെറ്റ് കണക്ടിവിറ്റിയുടെ സപ്പോർട്ടോട് കൂടി ചെയ്യുന്നതിനകത്ത് എഡ്യൂക്കേഷൻ പ്രൊമോഷന് വേണ്ടി ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ് ഫോസി. ഇതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഇ-വിദ്വാൻ. ഓക്കെ, ഇ-വിദ്വാൻ ദി ഇൻഫർമേഷൻ ആൻഡ് ലൈബ്രറി നെറ്റ്വർക്ക്, ദാറ്റ് ഈസ് ഇൻഫ്ലിബ്നെറ്റ് നമ്മൾ പറഞ്ഞു. സെൻറ്റർ ടുക്ക് ആൻ ഇനീഷ്യേറ്റീവ് കോൾഡ് ഇ-വിദ്വാൻ expert database and national researchers network with the financial support of IME ICT. So എല്ലാ പ്രോഗ്രാംസും ഇതുവരെ കണ്ട എല്ലാ പ്രോഗ്രാംസും തന്നെ സപ്പോർട്ട് ചെയ്യുന്നതും ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുള്ളതും NME ICT ആണ്, നാഷണൽ മിഷൻ ഫോർ എഡ്യൂക്കേഷൻ ത്രൂ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. സോ ഇവരുടെ വിദ്വാൻ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കളക്ട് അക്കാഡമിക് ആൻഡ് റിസർച്ച് പ്രൊഫൈൽസ് ഓഫ് സയന്റിസ്റ്റ്, faculty and research scientists working in lead academic institutions and research and development organizations in India and abroad. ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമുള്ള ഓരോ ഏരിയനും ഓരോ അക്കാഡമീഷ്യൻസിൻ്റെയും അവരുടെ അല്ലെങ്കിൽ സയൻറ്റിസ്റ്റിൻ്റെയും പ്രൊഫൈൽ കളക്ട് ചെയ്യുക, അത് സ്റ്റോർ ചെയ്യുക, ഫസ്റ്റ് തിങ്. രണ്ടാമതായിട്ട് ക്വിക്ക്ലി ആൻഡ് കൺവീനിയൻ്റ്ലി പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് എക്സ്പെർട്ട് ടു പിയേഴ്സ്, പെർസ്പെക്റ്റീവ് കൊളാബറേറ്റേഴ്സ്, ഫണ്ടിങ് ഏജൻസീസ്, പോളിസി മേക്കേഴ്സ് ആൻഡ് റിസർച്ച് സ്കോളേഴ്സ് ഇൻ ദി കൺട്രി. നമ്മുടെ രാജ്യത്തുള്ള ഓരോ ഏരിയയ്ക്കും വേണ്ടി, അതായത് ഫസ്റ്റ് തിങ് ചെയ്യുന്നത് അക്കാഡമിക് ആൻഡ് റിസർച്ച് പ്രൊഫൈൽസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അതായത് സയൻറ്റിസ്റ്റ് ആയിക്കോട്ടെ, ഫാക്കൽറ്റീസ് ആയിക്കോട്ടെ, ദോസ് ഹു ആർ എക്സ്പെർട്സ് ഇൻ ദെയർ ഓൺ ഫീൽഡ്, അങ്ങനെയുള്ള എക്സ്പെർട്സിൻ്റെ ഒരു റിസർച്ച് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ പ്രൊഫൈൽ നമ്മളുടെ പോളിസി മേക്കേഴ്സിനോ അതേപോലെ എക്സ്പെർട്സിനോ ഒക്കെ ആവശ്യമായിട്ട് വരുമ്പോൾ, ഇന്ത്യയുടെ പോളിസി മേക്കിങ്ങുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഫണ്ടിങ് ഏജൻസീസുമായി ബന്ധപ്പെട്ട് അവർക്കൊക്കെ ആവശ്യമായിട്ട് വരുമ്പോൾ റൈറ്റ് ടൈമിൽ ഈ പ്രൊഫൈൽ പ്രൊവൈഡ് ചെയ്യാം. സോ ദാറ്റ് സപ്പോർട്ട് ഇവരുമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ബെറ്റർ സജഷൻസ് എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യാവുന്ന ഒരു കളക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഫൈൽ. അതാണ് ആക്ച്വലി ഈ വിദ്വാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിദ്വാൻ ഓക്കെ, അവരുടെ പ്രൊഫൈൽ, അത്തരത്തിലൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴാണോ ആവശ്യമായിട്ട് വരുന്നത് ആ ടൈമിൽ റൈറ്റ് ടൈമിൽ ഇത് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. മൂന്നാമതായിട്ട് എസ്റ്റാബ്ലിഷ് കമ്മ്യൂണിക്കേഷൻ ഡയറക്ട്ലി വിത്ത് എക്സ്പെർട്സ് ഹു പോസസ് ദി എക്സ്പെർട്ടൈസ് നീഡഡ് ബൈ റിസർച്ച് സ്കോളേഴ്സ്. നമ്മുടെ റിസർച്ച് സ്കോളേഴ്സിന് എപ്പോഴെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ, നമ്മൾ പറഞ്ഞില്ലേ ഇൻഫർമേഷൻ എല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഫർമേഷൻ നമുക്ക് എപ്പോഴാണോ ആവശ്യം വരുന്നത് ആ ടൈമിൽ കൺവീനിയൻ്റ്ലി പ്രൊവൈഡ് ചെയ്യുക. ദെൻ അങ്ങനെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് റിസർച്ച് സ്കോളേഴ്സ് ആസ് വെൽ. അവർക്ക് അവരുടെ റിസർച്ചുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും എന്തെങ്കിലും അഡീഷണൽ നോളജ് ഗെയിൻ ചെയ്യാനും ഈ എക്സ്പെർട്സുമായിട്ട് ഇൻട്രാക്ഷൻസ് സപ്പോർട്ട് ചെയ്യുക, ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു വേദി ഒരുക്കുക. അതേപോലെ ഐഡൻറ്റിഫൈ പിയർ റിവ്യൂവേഴ്സ് ഫോർ റിവ്യൂ ദി ആർട്ടിക്കിൾസ് ആൻഡ് റിസർച്ച് പ്രപ്പോസൽസ്. റിസർച്ച് പ്രപ്പോസൽ എല്ലാം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് റിവ്യൂ ചെയ്യാൻ പറ്റിയ പാർട്ടീസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. ആൻഡ് ഫൈനലി ക്രിയേറ്റിംഗ് ഇൻഫർമേഷൻ എക്സ്ചേഞ്ചസ് ആൻഡ് നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ് എമംഗ് സയൻറ്റിസ്റ്റുകൾ തമ്മിലൊരു നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റി, അവർ തമ്മിൽ ഒരുമിച്ച് സംസാരിച്ചുകൊണ്ട് ബെറ്റർ ആയിട്ടുള്ള പ്രോഡക്ട്സ് ഡെവലപ്പ് ചെയ്യാനും അതേ ബെറ്റർ ആയിട്ടുള്ള സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാനും റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യാനുമുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതും ഈ വിദ്വാൻ്റെ എയിമാണ്. സോ ഈ വിദ്വാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഇറ്റ് ഈസ് എ ഇൻഫ്ലിബ്നെറ്റ്, ഒരു ഇൻഫ്ലിബ്നെറ്റ് പ്ലാറ്റ്ഫോം തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. ഇൻഫ്ലിബ്നെറ്റിൻ്റെ ഒരു പാർട്ട്. ഈ പാർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് it will collect profiles of experts എന്ന് പറയുമ്പോൾ ഫാക്കൽറ്റീസ് ആകാം, സയൻറ്റിസ്റ്റ് ആകാം, റിസർച്ച് സയൻറ്റിസ്റ്റ് ആകാം, അങ്ങനെയുള്ള എക്സ്പെർട്സിൻ്റെ പ്രൊഫൈൽസ് എല്ലാം കളക്ട് ചെയ്ത് വെക്കുന്നു. എപ്പോഴൊക്കെയാണോ ഒരു കൊളാബറേഷനോ റിസർച്ചിനോ അല്ലെങ്കിൽ പോളിസി മേക്കിങ്ങിനോ ആയിട്ട് ഇവരുടെ ആവശ്യം വരുന്നത് ആ ടൈമിൽ അവരുടെ പ്രൊഫൈൽ ആക്സസ് ചെയ്യാവുന്ന ഒരു മെക്കാനിസം, അതാണ് ഈ വിദ്വാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുവരെ പറഞ്ഞതിൽ ഏതെങ്കിലും രണ്ടാമത് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ടോ ഒന്ന് പറയൂ.
ഓക്കെ, അടുത്തത് സ്പോക്കൺ ട്യൂട്ടോറിയൽ. Next initiative, Spoken Tutorial is a multi-award winning educational content portal. Here, one can learn various free and open source software all by oneself. One self-paced multilingual courses. Our self-paced multilingual courses ensure that anybody with the computer and a desire for learning can learn from any place, anytime and in any language of their choice. So talk to a teacher ആയാലും അതുപോലുള്ള എല്ലാ ഇനീഷ്യേറ്റീവും ഉദ്ദേശിക്കുന്നത് എല്ലാ ഇൻഡിവിജ്വലിലേക്കും ലേണിംഗ് എത്തിക്കുക എന്നുള്ളതാണ്. സോ സ്പോക്കൺ ട്യൂട്ടോറിയൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ മൂക്കിൻ്റെ കേസ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഏതൊരു ഇൻഡിവിജ്വലിനും ആക്സസ് ചെയ്യാവുന്ന വേരിയസ് ആയിട്ടുള്ള ഫ്രീ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഫ്രീ പ്ലാറ്റ്ഫോംസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് സ്പോക്കൺ ട്യൂട്ടോറിയലിൻ്റെ ബേസിക് എയിം. ഓക്കെ, സോ ഇറ്റ് ഇസ് എ മൾട്ടി അവാർഡ് വിന്നിങ് എഡ്യൂക്കേഷണൽ കണ്ടന്റ് പ്രൊവൈഡർ. എഡ്യൂക്കേഷണൽ കണ്ടന്റ് പ്രൊവൈഡിങ്ങുമായി ബന്ധപ്പെട്ട് ഒരുപാട് അവാർഡ് നേടിയ ഒരു പ്ലാറ്റ്ഫോമാണ് സ്പോക്കൺ ട്യൂട്ടോറിയൽ. ഇവിടെ ഓർക്കേണ്ടത് ഇതൊരു ഹിയർ വൺ ക്യാൻ ലേൺ വേരിയസ് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഓൾ ബൈ വൺ സെൽഫ്. ഒരുപാട് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ അത് പഠിക്കാനും അത് ഉപയോഗിക്കാനും ഏതൊരു ഇൻഡിവിജ്വലിനും സാധിക്കും by using this portal. Then the Spoken Tutorial project is an initiative of Talk to a Teacher activity of the National Mission for Education through Information and Communication Technology launched by Ministry of Human Resource Development. So it is a part of Talk to a Teacher. Talk to a Teacher എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ആ Talk to a Teacherന്റെ പാർട്ട് ആയിട്ടാണ് സ്പോക്കൺ ട്യൂട്ടോറിയൽ വരുന്നത്. Then Spoken Tutorial forums is a friendly online discussion forum. You can join existing discussions or start a new topic and get lots of replies from the Spoken Tutorial community. Registration for forums are completely free and takes only a minute. So നമുക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും നമുക്ക് ഡിസ്കഷൻസ് നടത്താനും വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോം. ഇതൊരു ഓപ്പൺ സോഴ്സ് പ്ലാറ്റ്ഫോം ആണ്. ദാറ്റ് മീൻസ് വി ക്യാൻ എഡിറ്റ്. നമുക്ക് അവിടെ ചെന്നിട്ട് നമുക്ക് നമ്മളുടെ കണ്ടന്റുകൾ പ്രൊവൈഡ് ചെയ്യാം. ആ കണ്ടന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഡിസ്കഷൻസ് നടത്താം. അത്തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഈ പ്ലാറ്റ്ഫോമിൽ ഡിസ്കഷൻസ് നടത്തുന്നത് വഴി നമ്മളുടെ ഡൗട്ട്സ് എല്ലാം എക്സ്പെർട്സിന് റിസോൾവ് ചെയ്ത് തരാൻ സാധിക്കും. അങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെട്ട പ്ലാറ്റ്ഫോമാണ് സ്പോക്കൺ ട്യൂട്ടോറിയൽ. നെക്സ്റ്റ് വൺ ഈസ് സെൻട്രൽ ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ. സെൻട്രൽ ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ ഈസ് അഗെയിൻ ഒരു നാഷണൽ മിഷൻ ഫോർ എഡ്യൂക്കേഷൻ ത്രൂ ICT എന്ന് പറയുന്ന സ്കീമിന്റെ പാർട്ടായിട്ട് IIT ഡൽഹി ഏറ്റെടുത്ത് ചെയ്യുന്ന ഇനീഷ്യേറ്റീവാണ്. ഓക്കെ, so the basic thing is that to set up a robust 24/7 backup data center for the activities that has been put up by NIC and NKN data center is called Badal. So actually ഇതാണ് നമുക്ക് വേണ്ടത്. സെൻട്രൽ ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യുന്നതിന് പകരം ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിൽ സ്റ്റോറേജും അതേപോലെ ആക്സസും എല്ലാം സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിന്റെ സപ്പോർട്ടോടുകൂടി ചെയ്യാം. ഓക്കെ, അതിനെയാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. You got it? ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് മീൻസ് നമ്മളുടെ പേഴ്സണൽ കമ്പ്യൂട്ടറിൽ നിന്നും ഡേറ്റ സ്റ്റോർ ചെയ്യുന്നതിന് പകരം ഒരു എക്സ്റ്റേണൽ സോഴ്സ്, ആ എക്സ്റ്റേണൽ സോഴ്സസിൽ സേവ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളുടെ മെമ്മറി സ്പേസ് ഒക്കെ സേവ് ചെയ്യാൻ സാധിക്കും. അത്തരത്തിലൊരു ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ടെക്നോളജിയാണ് ബാദൽ. ബാദൽ എന്ന് പറയുന്നത് സെൻട്രൽ ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ ആണ്. സോ ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ കണ്ടന്റും വീഡിയോ കണ്ടന്റും എല്ലാം ഈ പറയുന്ന സെൻട്രൽ ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചറിൽ അവൈലബിൾ ആയിരിക്കും. നമുക്ക് ഏത് ടൈമിൽ വേണമെങ്കിലും ആക്സസ് ചെയ്യാം. അതിനെയാണ് ബാദൽ എന്ന് പറയുന്നത്. സോ ലേണിംഗിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറ്റൊരു ഇനിഷ്യേറ്റീവാണ് ബാദൽ. ആ ബാദൽ ഇസ് ദി നെയിം ഗിവൺ ഫോർ സെൻട്രൽ ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ. ഇസ് ഇറ്റ് ക്ലിയർ? ഏതെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറയൂ. ബാദൽ മനസ്സിലായോ? ബാദൽ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ക്ലൗഡ് സ്റ്റോറേജ് ആണ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ടെക്നോളജിയാണ്. ഈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ടെക്നോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ ഡേറ്റയും, അതായത് ഡിഫറെൻറ്റ് കോഴ്സസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കണ്ടന്റ് വിൽ ബി അവൈലബിൾ ഇൻ എ സെയിം പ്ലാറ്റ്ഫോം. നമുക്ക് ആ ഒരു പ്ലാറ്റ്ഫോം ബാദൽ ആക്സസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് നോളജ് അവിടെ നിന്നും ആക്സസ് ചെയ്യാൻ സാധിക്കും. ഒരുപാട് പ്രോഗ്രാംസ്, ഒരുപാട് കോഴ്സസും അവിടെ അവൈലബിൾ ആയിരിക്കും.
പ്രോഗ്രാംസ് എന്നുള്ള രീതിയിലല്ല, ഈ കണ്ടന്റ് എന്നുള്ള രീതിയിൽ അവൈലബിൾ ആയിരിക്കും. ഇതാണ് ബാദലിന്റെ യൂസ്. മൂവിങ് ഓൺ. നെക്സ്റ്റ് വൺ ഈസ് NIRF. NIRF was launched in 29 September 2015. That was by again National Human Resource Development Ministry of Human Resource Development. This is the framework intended to outline a methodology for ranking institutions across the country. So there will be a core committee, and ഈ core committee ഇന്ത്യയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ എല്ലാം ഡിഫറെൻറ്റ് ലെവലിൽ റാങ്ക് ചെയ്യുന്നു. ഓക്കെ, ഇന്ത്യയിലുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് റാങ്ക് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്ത ഒരു ബോഡിയാണ് NIRF. സോ NIRFിൻ്റെ ബേസിക് അജണ്ട എന്ന് പറയുന്നത് റാങ്കിങ് തന്നെയാണ്. ഈ റാങ്കിങ്ങിനകത്ത് ടീച്ചിങ് ലേണിംഗ് ഒക്കെ ഒരു ഫാക്ടർ ആയിട്ട് എടുക്കും, അതേപോലെ ഔട്ട്കം ബേസ്ഡ് ലേണിംഗ് ഒരു ഫാക്ടർ ആവും. സോ ഇതെല്ലാം, അതായത് ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് നോക്കിക്കൊണ്ട് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിനും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും റാങ്ക് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്ത ബോഡിയാണ് NIRF. Okay, that is NIRF. Moving on, next one is GIAN. GIAN. I think it's National Institute for Ranking or something like that. NIRF എന്നാണ് പോപ്പുലർലി പറയുന്നത്. അതിൻ്റെ ഫുൾ ഫോം ഞാൻ പറയാം. I'm not remembering it, that's why. Okay, next one is GIAN. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രം റാങ്ക് ചെയ്യാൻ വേണ്ടിയാണ്. അതെ, റൈറ്റ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രം റാങ്ക് ചെയ്യാനാണ്. ഇപ്പോൾ NAAC എന്ന് പറയുന്ന ബോഡി വർക്ക് ചെയ്യുന്നത് പോലെ തന്നെ. ഓക്കെ, ക്രിസിലൊക്കെ ആണെങ്കിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രമല്ല റാങ്ക് ചെയ്യുന്നത്, അവർ വേറെയും ബോഡീസിനെ റാങ്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ബേസിക് എയിം എന്ന് പറയുന്നത് ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുക. ബൈ ദി വേ, ടീച്ചിങ് ലേണിംഗ് ആൻഡ് റിസോഴ്സസ്, അതേപോലെ ഗ്രാജുവേഷൻ ഔട്ട്കംസ്, then research and professional practices, outreach and inclusivity, then perception. ഇതെല്ലാം ചെക്ക് ചെയ്തുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അവരുടേതായ ഒരു റാങ്കിങ് പ്രൊവൈഡ് ചെയ്യുക. സോ ബേസിക്കലി ഇന്ന് നമ്മൾ ഫോളോ ചെയ്യുന്ന ഔട്ട്കം ബേസ്ഡ് ലേണിംഗ് ആണ്. ആ ഔട്ട്കം ബേസ്ഡ് ലേണിംഗ് നമുക്ക് എത്രമാത്രം കിട്ടുന്നുണ്ട്, എങ്ങനെയുണ്ട് റാങ്കിങ് വരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു ബോഡി റൺ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഇസ് GIAN. It is aimed to tap the talent of strong academic network for the country's scientists, entrepreneurs and to the international level. GIAN എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഗ്ലോബൽ ലെവലിൽ, ഇന്റർനാഷണൽ ലെവലിൽ നമ്മുടെ ഇന്ത്യയിലുള്ള സയൻറ്റിസ്റ്റിനെ, അതേപോലെ എൻ്റർപ്രണേഴ്സിനെ ഒക്കെ ഇന്റർനാഷണൽ ലെവലിലുള്ള ആളുകളുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു നെറ്റ്വർക്കാണ്. To encourage their overall engagement with higher education institutions in India, so that country's existing academic resources can be augmented and accelerated the pace of the quality of reforms. So ഇന്ത്യയിലുള്ള ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ ഇന്റർനാഷണൽ ലെവലിലേക്ക് ഉയർത്തുക, അതിനു വേണ്ടി ഡിഫറെൻ്റ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റിൻ്റെയും ഓൺട്രപ്രണേഴ്സിൻ്റെയും ഒക്കെ സപ്പോർട്ടോടു കൂടി ഇന്റർനാഷണൽ ലെവലിലേക്ക് ഉയർത്തുക, അതിനുവേണ്ടി ക്രിയേറ്റ് ചെയ്ത ഒരു ബോഡിയാണ് GIAN. സോ ഫർദർ ടു evaluate India's technical and scientific capacity to gain global excellence. ഗ്ലോബൽ ലെവലിലേക്ക് ഈ പറയുന്ന ഇന്ത്യയുടെ ടെക്നിക്കൽ കേപ്പബിലിറ്റിയും അതേപോലെ ഇന്ത്യയുടെ എബിലിറ്റീസും ഉയർത്തുക എന്നുള്ള എയിമോട് കൂടി ഇന്ത്യയുടെ ഹയർ എഡ്യൂക്കേഷനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്ത ബോഡിയാണ് GIAN. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേക്കുക. മൂവിങ് ഓൺ, നെക്സ്റ്റ് വൺ ഈസ് UAY. സോ ദി മേജർ ഒബ്ജക്റ്റീവ് ഓഫ് UAY സ്കീം ആർ ടു പ്രൊമോട്ട് ഇന്നൊവേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഇൻ IITസിൽ കൂടുതൽ പ്രൊമോഷൻ, ഇന്നൊവേഷൻസ് ക്രിയേറ്റ് ചെയ്യുക, അതേപോലെ അഡ്രസ്സിംഗ് ദി ഇഷ്യൂസ് ഓഫ് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസ് ടു സ്പർ ഇന്നോവേറ്റീവ് മൈൻഡ് സെറ്റ്, ടു കോർഡിനേറ്റ് ആക്ഷൻ ബിറ്റ്വീൻ അക്കാഡമിയ, ഇൻഡസ്ട്രി ആൻഡ് സ്ട്രെങ്തൻ ദി ലാബ്സ്, റിസർച്ച് ഫെസിലിറ്റീസ്. സോ ബേസിക്കലി IITയിലൊരു വർക്കിംഗ് എൻവയോൺമെന്റ് കുറച്ചും കൂടി ബെറ്റർ ആക്കുക, ഒരു ലൈവ് ക്യാമ്പസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ള എയിമോട് കൂടിയാണ് UAY വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഇംപ്രിന്റ്. ഇംപ്രിന്റ് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്, ഇമ്പാക്ട് ഇൻ റിസർച്ച് ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി, ഇംപ്രിന്റ്. ഓക്കെ, ഇംപ്രിന്റ് നേരത്തെ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കുക. ഫസ്റ്റ് ഓഫ് ദി
this kind pan IT and IISc joint initiative supported by Ministry of Human Resource Development. So ഇതൊരു IIT plus IISc ഇംപ്രിന്റിനെ പറ്റി ഇതായിരുന്നു നേരെ ചോദിച്ചിരുന്നത്. ഇവർ രണ്ടുപേരും കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു ജോയിന്റ് ഇനീഷ്യേറ്റീവ് ആണ്. ഓക്കെ, സോ മേജർ ആയിട്ട് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് കോളേജസിനെ ടൈഅപ്പിൽ കൊണ്ടുവരിക, അതുവഴി ഒരു ബെറ്റർ എഞ്ചിനീയറിംഗ് പോളിസി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ ആയിരുന്നു ഇംപ്രിന്റിന്റെ ബേസിക് എയിം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആ ബേസിക് നോളജ് മാത്രമാണ് ഈ ഏരിയയിൽ നിന്നും ഉണ്ടാക്കിയെടുക്കേണ്ടത്. ആരാണ് ഇതിന്റെ പിന്നിലുള്ളതെന്ന് ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കുക. ദെൻ വാട്ട് ഈസ് ദി പർപ്പസ്, ദാറ്റ് ഈസ് ഇനഫ്. Next one is Technical Education Quality Improvement Program of Government of India. Technical Education Quality Improvement Program of Government of India. ഈ പറയുന്ന പ്രോഗ്രാം 2002 മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഇംപ്ലിമെന്റ് ചെയ്തതാണ്. ഇറ്റ് വാസ് എയിംഡ് ടു സപ്പോർട്ട് ആൻഡ് അപ്സ്കെയിൽ ഓൺഗോയിങ് എഫേർട്ട് ഫോർ ഇംപ്രൂവിംഗ് ദി ക്വാളിറ്റി ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. ആൻഡ് സോ ഈ ഇവിടെ നമ്മൾ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ TQIP എന്താണ് എന്നുള്ള രീതിയിൽ മാത്രമാണ്. TQIP എന്ന് പറയുന്നത് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ഇൻ ദി ഫീൽഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. ടെക്നിക്കൽ എഡ്യൂക്കേഷനിൽ ക്വാളിറ്റി കോൺഷ്യസ്നെസ് കൊണ്ടുവരിക, ഡൈനാമിക് ആയിട്ടുള്ള ഡിമാൻഡ് ഡ്രിവൺ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള എയിമോട് കൂടി ക്രിയേറ്റ് ചെയ്ത പ്രോഗ്രാമാണ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം. നെക്സ്റ്റ് വൺ ഈസ് Pandit Madan Mohan Malviya Mission, National Mission on Teaching and Teachers and Teaching. Pandit Madan Mohan Malviya National Mission on Teachers and Teaching. So in the short form നമ്മളോട് ചോദിക്കാം, that is PMMMNMTT. So എന്താണെന്ന് ചോദിക്കാം, that is Pandit Madan Mohan Malviya National Mission on Teachers and Teaching. എന്താണ് ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? Envisaged to address all issues related to teachers, teacher participation, teaching and their professional development comprehensively. So mission caters current and urgent issues, supply of qualified teacher, fetching talent into the teaching profession and raising the quality of teachers at school and colleges level. So basically teachers in the improvement, ടീച്ചറിൻ്റെ പാർട്ടിസിപ്പേഷൻ ഉറപ്പാക്കുക, ടീച്ചറുടെ പ്രിപ്പറേഷൻ ഉറപ്പാക്കുക, ആൻഡ് ബൈ ദാറ്റ് ഒരു ടാലൻറ്റഡ് പൂൾ ഓഫ് ടീച്ചേഴ്സ് സ്കൂൾ ലെവലിലും അതേപോലെ കോളേജസ് ലെവലിലും ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള എയിമോട് കൂടിയാണ് പണ്ഡിറ്റ് മദൻ മോഹൻ മാളവിയ നാഷണൽ മിഷൻ ഓൺ ടീച്ചിങ് ആൻഡ് ടീച്ചേഴ്സ് ആൻഡ് ടീച്ചിങ് എന്ന് പറയുന്ന പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, സോ ബേസിക് തിങ് എന്താണെന്ന് നോക്കുക, പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ടീച്ചർ ബേസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള എയിമോട് കൂടി ക്രിയേറ്റ് ചെയ്ത ബോഡിയാണിത്. Next one is RUSA. RUSA is Rashtriya Uchchadar Shiksha Abhiyan. Rashtriya Uchchadar Shiksha Abhiyan. It is a centrally sponsored scheme planned by the central government to implement the strategic funding reforms and improvements in higher education sector at state level. State level higher education sector ne promote ചെയ്യാൻ വേണ്ടി അതിനു വേണ്ടിയുള്ള സ്ട്രാറ്റജിക് ഫണ്ടിങ് പ്രൊവൈഡ് ചെയ്യുക, റിഫോംസ് സജസ്റ്റ് ചെയ്യുക, ഇംപ്രൂവ്മെൻറ്റ്സിന് വേണ്ടിയുള്ള ആക്ടിവിറ്റീസ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്ത ഗവൺമെൻറ് ഇനീഷ്യേറ്റീവാണ് റുസ. റുസ കൊണ്ട് ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷ അഭയാൻ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. ഇത്രയും ടോപ്പിക്സ് ആണ്. ഞാൻ ഇതിൻ്റെ മെറ്റീരിയൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യും, സോ ഒന്ന് വായിച്ചേക്കണം. ആൻഡ് വി വിൽ ബി കണ്ടക്ടിങ് എൻ MCQ ടെസ്റ്റ് ഓൺ ദിസ് നെക്സ്റ്റ് വീക്ക്. അതിനുള്ളിൽ ഈ ഏരിയാസ് ഒക്കെ ഒന്ന് കവർ ചെയ്തേക്കണം. ഇത്രയുമാണ് ICTയിൽ പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ബിക്കോസ് ഒരുപാട് സ്കീംസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. ഈ സ്കീം ടോട്ടൽ ഐ തിങ്ക് 19 ഇൻ നമ്പർ, 19 സ്കീംസാണ് വരുന്നത്. ഇതിൻ്റെ മെറ്റീരിയൽ ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ഓക്കെ, ആ മെറ്റീരിയൽസ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കുക. 23 സ്കീംസ്, ഓക്കെ, 23 സ്കീമുകൾ വരുന്നുണ്ട്. അതിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കുക. അതിനുശേഷം ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ലെക്ചറിൽ പറയുക, ഓർ യു ക്യാൻ ഡിസ്കസ് ഇൻ അവർ ഗ്രൂപ്പ് ഇറ്റ് സെൽഫ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറയണം. മൂവിങ് ഓൺ, ദാറ്റ്സ് ഓൾ ഫോർ ദി ഡേ. താങ്ക് യു വെരി മച്ച്.